നമസ്കാരം. ജനസഭയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് ഗുരുഭവനപുരിയിലാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സവിധത്തിലാണ്, പടിഞ്ഞാറേ നടയിലാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാത്ത, ധ്യാനിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ ആചാര അനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന് ക്ഷേത്രം തന്ത്രി കുടപിടിക്കുന്നു എന്നുള്ളത് അതിലേറെ ഖേദകരമാണ്. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ, വൃശ്ചികത്തിൽ നടക്കേണ്ട പൂജ, അത് തുലാമാസത്തിൽ നടത്തിയിരിക്കുന്നു. അതിന് ദേവസ്വം പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ അത് ഭക്തലക്ഷങ്ങൾക്ക്, ഹൈന്ദവ സംഘടനകൾക്ക് ഉൾക്കൊള്ളാൻ ആവുന്നില്ല. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് ജനസഭ പരിശോധിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അതിഥികളെ ഒന്ന് പരിചയപ്പെടാം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി സുധാകരൻ, അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂരിലെ ശക്തിബോധി ഗുരുകുലത്തിലെ സ്വാമി വിശ്വഭദ്രാനന്ദ, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി സെക്രട്ടറി ശ്രീ ബിജേഷ് കുമാർ, ബിജേഷിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം BJP തൃശ്ശൂർ ജില്ലാ ട്രഷറർ KR അനീഷ് മാസ്റ്ററെയും ജനസഭയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെയും സ്നേഹാദരങ്ങളോടെ ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീ പി സുധാകരനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ജഗദ്ഗുരു ശങ്കരാചാര്യർ രൂപപ്പെടുത്തിയ ആ ഒരു പൂജാവിധികളാണ് ഇപ്പോഴും അനുഷ്ഠിച്ച് പോരുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനം. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജഗദ്ഗുരു ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാവിധികളാണ് നടക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളെയൊക്കെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്ര സങ്കല്പവും അതേപോലെ തന്നെ പൂജാവിധികൾക്കുമൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്, ഉത്തരഭാരതത്തിലെ പോലെയല്ല. അപ്പോൾ അത് നൂറ്റാണ്ടുകളായി നടക്കുന്ന ആ ക്ഷേത്ര പൂജാവിധികൾ, അതിൽ ഉദയാസ്തമന പൂജ ഇപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ക്ഷേത്രം തന്ത്രി കുടുംബവും മുൻ വർഷങ്ങളിൽ തന്ത്രിയും അതുപോലെ തന്നെ പണ്ഡിത ശ്രേഷ്ഠന്മാരുമൊക്കെയായിട്ട് ചർച്ച ചെയ്ത സമയത്ത് മനസ്സിലാക്കിയത്, ഈ ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാന് പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പൂജയാണ് ഉദയാസ്തമന പൂജ. അത് ഏകാദശി ദിവസം ചെയ്യാൻ വേണ്ടി അത് ചിട്ടപ്പെടുത്തിയതാണ്. പിന്നീട് ആ ഉദയാസ്തമന പൂജ വഴിപാടായിട്ട് മറ്റ് ദിവസങ്ങളിലൊക്കെ നടത്താൻ ആരംഭിച്ചു. അപ്പോൾ ഏകാദശി ദിവസം നിർബന്ധമായും നടക്കേണ്ട ഉദയാസ്തമന പൂജയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മറ്റൊരു ദിവസം നടത്തുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത്. അപ്പോൾ ആ പ്രത്യേക ദിവസം നടത്തേണ്ട പൂജ അത് വേറെ ദിവസത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വലിയ ലോഭമാണ്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്കിതിൽ വലിയ ഒരു അത്ഭുതം തോന്നില്ല. പക്ഷേ ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഒരു ഗുരുവായൂർ ക്ഷേത്രം, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഭൂലോക വൈകുണ്ഠമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശക്തി വിശേഷം എന്ന് പറയുന്നത് അവിടുത്തെ പൂജാവിധികളും അനുഷ്ഠാനങ്ങളുമൊക്കെയാണ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ, ലോഭം വരുന്ന തരത്തിൽ ഒരു പ്രവർത്തനം, അതിന് നേതൃത്വം കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെ ആയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു വിശ്വാസിക്ക്, ഭക്തന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. ഇത് കഴിഞ്ഞ വർഷം ഈ ഏകാദശി ദിവസത്തെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായി. ഏകാദശി ദിവസം ഏത് ദിവസമാണ്
അത് ദശമിയും അതേപോലെ തന്നെ ദ്വാദശി ദിവസവുമുള്ള സൂര്യനുമായുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 2 ഏകാദശി പക്ഷങ്ങളുണ്ട്. അപ്പോൾ ആ ഏകാദശി ദിവസം തന്നെ മാറി. അപ്പോൾ അതിന് കഴിഞ്ഞ കാരണം അന്വേഷിച്ച സമയത്ത് പറഞ്ഞ സമയത്ത് പല ന്യായങ്ങളും പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് മനസ്സിലായത് ഡയറിയും കലണ്ടറും ഒക്കെ പ്രിൻ്റ് ചെയ്ത സമയത്ത് ആ പ്രിൻറ്റിങ്ങിൽ വന്ന സാങ്കേതിക തകരാറ് തിരുത്തുന്നതിന് പകരം അതേ ദിവസം ഏകാദശി ആചരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അന്നും ദേവസ്വം ഭരണസമിതിയുമായിട്ടും ദേവസ്വം ചെയർമാനുമായും അതേപോലെ തന്നെ തന്ത്രിയുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക? നമുക്ക് സൽബുദ്ധി തോന്നിക്കണേ എന്നുള്ളതാണ്. അതാണല്ലോ നമുക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ വണങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വവുമായി ദേവസ്വം ആചാരവും ക്ഷേത്രം ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റ് വന്നാൽ ആ തെറ്റ് തിരുത്തുന്നതിന് പകരം ആ തെറ്റ് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുക എന്നുള്ളത് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശക്തി ശോഷണത്തിന് വലിയ കാര്യമാകും എന്നുള്ളതാണ്. കാരണം അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളല്ല ദേവസ്വം ബോർഡ്. നേരത്തെ പറഞ്ഞു, ക്ഷേത്രം തന്ത്രിയെ സംബന്ധിച്ച്, ക്ഷേത്രം തന്ത്രി ചേനാസ് കുടുംബത്തെ സംബന്ധിച്ചും തന്ത്രിയെ സംബന്ധിച്ചും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഏത് തരത്തിലാണ് ഈ ദേവസ്വം ബോർഡ് തന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഒരു തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ഒക്കെ 100% തന്ത്രിയോടൊപ്പം ഉണ്ട്. തന്ത്രി ദേവസ്വം ഭരണസമിതിയെ ഭയക്കേണ്ടതില്ല. തന്ത്രി കാര്യം കൃത്യമായിട്ട് ദേവസ്വം ഭരണസമിതിയോട് പറയണം, അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കണം, അവരുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് തന്ത്രിയോട് നമുക്കുള്ള അപേക്ഷ. അത് നമ്മൾ നേരിട്ടും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിലെ ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ച് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളും, കേരളത്തിലെ ക്ഷേത്ര സങ്കേതങ്ങൾ, അത് ശബരിമലയാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ഒക്കെ ഒരു ഭക്തൻ്റെ ഹിന്ദുവിൻ്റെ സ്വാഭിമാന കേന്ദ്രങ്ങളായ ക്ഷേത്ര സങ്കേതങ്ങളെ മുഴുവൻ വിവാദങ്ങളാവുകയാണ്. ആ വിവാദങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢശ്രമം നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് പറയുന്നത് വിശ്വാസികൾക്ക് ദർശന സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ഈ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ മാറ്റി എന്നുള്ളതാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വെർച്വൽ ക്യൂ ഉണ്ടായിരുന്നു. ആ വെർച്വൽ ക്യൂ അനുസരിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ വന്ന് ദർശനം നടത്താമായിരുന്നു. ആ വെർച്വൽ ക്യൂ നിർത്തലാക്കിയതിന് ശേഷം ഇപ്പം എന്താണ്, 1000 രൂപ അടച്ചാൽ പെട്ടെന്ന് ദർശനം നടത്താം. അപ്പോൾ അവിടെ ദർശനത്തിൻ്റെ പേരിൽ ഒരു ഭാഗത്ത് ഭക്തന്മാരെ ചൂഷണം ചെയ്യുകയും ഭക്തന്മാരെ, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതേപോലെ തന്നെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജനം ചാനലിൽ തന്നെ നമ്മൾ ഒരു ചർച്ച കണ്ടു. അപ്പോൾ ആ ചർച്ചയിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അന്ന് വന്നില്ല. അപ്പോൾ ഇന്നും ഞാൻ മനസ്സിലാക്കിയത് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ ഉദയാസ്തമന പൂജ വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം എന്ന് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളൊരു മാർഗമാണിത്. അപ്പോൾ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട മറ്റാളുകൾക്കോ ഇവിടെ വന്ന് പറയാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അവരിവിടെ വന്നില്ല എന്നുള്ളതും വളരെ ഖേദകരമാണ്. ഓക്കെ, ഞാൻ ആമുഖത്തിൽ വിട്ടുപോയതാണ്. അത് ഞങ്ങൾ ഗുരുവായൂർ ദേവസ്വം ചെയർമാനെ ക്ഷണിച്ചിരുന്നു ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ. അതുപോലെ ഈ ദേവസ്വം അംഗങ്ങളെ ക്ഷണിച്ചിരുന്നു. കേരളം ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന അവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ ആരും വന്നില്ല എന്നുള്ളതാണ്. യെസ് സ്വാമി, ഇത് ആചാരാനുഷ്ഠാനങ്ങളിന്മേലുള്ള കടന്ന് കയറ്റമല്ല. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പം നവംബർ 1 ദീപസ്തംഭം തെളിയിച്ചില്ല എന്നിവിടെ പറയുകയുണ്ടായി. നവംബർ 8 ഉദയാസ്തമന പൂജ നടന്നില്ല എന്നും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് വിശ്വാസികളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ മനഃപൂർവ്വം, ബോധപൂർവം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. അതിങ്ങനെ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ മതിയോ സ്വാമി? ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഹിന്ദു സംഘടനകൾ, ഹിന്ദു ഭക്തജന ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു.
ഞാനും ഒരു ഹിന്ദു ആണ്, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഞാനൊരു ഭക്തനാണ്. ഞാനിപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ കാഴ്ചപ്പാടോ ഏതെങ്കിലും ഒരു സന്യാസിയുടെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ ദീക്ഷിതനായ സന്യാസിയുടെ കാഴ്ചപ്പാടോ ഒന്നും ആണെന്ന് വിശാലമായ ഹിന്ദു സംസ്കാരത്തിൻ്റെ 5000 വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം വെച്ചിട്ടെങ്കിലും എനിക്ക് പറയാൻ കഴിയും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം ആചാരധ്വംസനമാണോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആചാരമല്ല, അനുഷ്ഠാന ധ്വംസനം. ഇതൊരു അനുഷ്ഠാനമാണല്ലോ. അല്ല, അനുഷ്ഠാന ധ്വംസനമാണോ ആചാരധ്വംസനമാണോ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം. ഞാൻ ചില ചരിത്രപരമായ സന്ദർഭങ്ങളിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ഊട്ടുപുരയിലിരുന്ന് ആഹാരം കഴിക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ജാതിയിൽ പറഞ്ഞ ഒരാളാണ്. സന്യാസി ജാതിയൊന്നും പറയാൻ പാടില്ല, പക്ഷേ പൂർവാശ്രമത്തിൽ അങ്ങനെ ഒരു ജാതിയിൽ പിറന്ന ആളാണ്. എനിക്ക് ഊട്ടുപുരയിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ചില ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു, ചില ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതൊക്കെ മാറിയത്, ഇതൊക്കെ ആചാരമായിരുന്നു ആദ്യകാലത്ത്. ഇവിടെ ഇപ്പോൾ ശങ്കരാചാര്യരാണ് പൂജാവിധാനങ്ങൾ ക്രമീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഐതിഹ്യമാണ്. ആ ഐതിഹ്യത്തെ പൂർണ്ണമായും നമ്മൾ പരിഗണിക്കുമെങ്കിൽ ശാങ്കര സ്മൃതി എന്ന് പറയുന്ന 64 അനാചാരങ്ങൾ എന്ന് പിന്നീട് നമ്മളൊക്കെ വിളിച്ച ആ അനാചാരങ്ങൾ എഴുതി പിടിപ്പിച്ചതും ശങ്കരാചാര്യരാണെന്ന് പറയേണ്ടി വരും നമുക്ക്. അപ്പോൾ ഈ 64 അനാചാരങ്ങളുടെ ഒരു കേരളം ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും കേരളം. ആ കേരളം അതൊക്കെ അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ആചാരമാണ് എന്നാണ് കരുതിയിരുന്നത്. അമ്പലത്തിനകത്തും അമ്പലത്തിന് പുറത്തുമുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇത് ധർമ്മസംഹിതയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിലൊക്കെ ആചാര്യന്മാർ ഇടപെട്ട് തന്നെയാണ് മാറ്റം വരുത്തിയത്. മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചരിത്രം കൂടിയാണ് ഹിന്ദുവിൻ്റെ ചരിത്രം, ധർമ്മചരിത്രം, ആത്മീയ ചരിത്രം എന്നുള്ളത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അല്ല, ഈ ഏകാദശി ഉദയാസ്തമന പൂജ അത് നേരത്തെ ആക്കിയതിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഏകാദശി ഉദയാസ്തമന പൂജ അത് വൃശ്ചികത്തിലാണല്ലോ നടത്തേണ്ടത്. അതിപ്പോൾ തുലാം മാസം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം. അതിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞാൻ ആരുടെയും പ്രതിനിധിയായിട്ടല്ല സാധാരണ പറഞ്ഞത്, ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക്, ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയല്ല, ഞാൻ ഒരുവിധ അധികാര സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആളല്ല, ഇരിക്കാൻ താല്പര്യവുമില്ല, അത് വേറെ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ചു. എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. ഒരു സാമാന്യ മര്യാദ എന്നുള്ള ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ ആ വിഷയം എന്താണെന്നുള്ളത് എല്ലാ പക്ഷങ്ങളും കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നമുക്ക് അറിയാം ഇപ്പോൾ പൂർവാധികം ഭക്തജനത്തിരക്ക് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഉദയാസ്തമയ പൂജ ആ ഏകാദശി വിശേഷ ദിവസം കൂടി അതും കൂടി നടത്തുകയാണെങ്കിൽ 16 പ്രാവശ്യം നട അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. 16 പ്രാവശ്യം നട അടയ്ക്കുക എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂറും ക്യൂ നിന്നിട്ടും സാധാരണ ഭക്തജനങ്ങൾക്ക് തൊഴാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് ആരാഞ്ഞപ്പോൾ അതിന് സാധാരണ സാമ്പ്രദായികമായ രീതിയിൽ തന്നെയുള്ള അന്വേഷണ മുറകളിലൂടെ ഇവർ കൂറ്റനാട് രാവുണ്ണിപ്പണിക്കരെ കൊണ്ടുവരികയും തന്ത്രിയുടെ ഇല്ലത്ത് വെച്ച് ദേവപ്രശ്നം വെച്ച് ദേവഹിതം മനസ്സിലാക്കുകയും ദേവഹിതം ഇതിന് വിരുദ്ധമല്ല എന്നറിഞ്ഞപ്പോൾ ഏകാദശി ദിവസം നടത്തേണ്ട പൂജ പിറ്റേ മാസം അല്ലെങ്കിൽ അതിനു മുമ്പത്തെ മാസമായിട്ട് നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി വിശേഷ ദിവസങ്ങളിൽ VIP-കൾക്കുള്ള ദർശനം പോലും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഒരു VIP 1-2 മിനിറ്റ് അവിടെ ക്യൂ തടഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ
അത്രയും നേരം ഭക്തജനങ്ങൾ നിൽക്കണി. അപ്പോഴേക്കും ഇങ്ങനെ നമുക്കറിയാം സ്വാമി 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം ഭഗവാനെ. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം ഭഗവാൻ. തിരുപ്പതിയിലൊക്കെ അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഇവിടെ മാത്രം ഒരു ഭാഗത്ത് VIP ദർശനം ഒഴിവാക്കി എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇങ്ങനെ എങ്ങനെ പണം പിടുങ്ങാം എന്നുള്ളതിനെ കുറിച്ചും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിശേഷാൽ ദിവസങ്ങളിലുണ്ടോ? വിശേഷ ദിവസങ്ങളില്ല, ശനി ഞായറില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലായത്. ശനി ഞായറും ഉണ്ടോ? എല്ലാ വിശേഷ ദിവസങ്ങളിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏകാദശി അല്ല VIP ദർശനം ശനി ഞായറില്ല. ഉണ്ട്. ഓക്കെ യെസ് ഉണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ പെട്ടെന്ന് കാണാം. ഞാൻ പറഞ്ഞത് എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിശദീകരണമാണ് ഞാൻ പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾ പത്രപ്രവർത്തകരാണ്, നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. അതെ തീർച്ചയായും. നമ്മൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജനസഭ സംഘടിപ്പിച്ചത്. ഇവിടെ ഗുരുവായൂരിലുള്ള ആളുകൾ തന്നെയാണ്. ഗുരുവായൂരപ്പൻ നമുക്ക് അന്യനൊന്നുമല്ല. ഇവിടെ ജനിച്ച ഞാൻ എല്ലാ മാസവും തൊഴുന്ന ആളാണ്. സന്തോഷം. മനസ്സിലായോ? ഓക്കെ വിജേഷ്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ദേവപ്രശ്നം വെച്ചു, ദേവന് അഹിതമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? ദേവപ്രശ്നത്തിന് അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദയാസ്തമന പൂജ മാറ്റിയത് എന്നാണ് സ്വാമി പറയുന്നത്. സ്വാമിക്ക് ലഭിച്ച വിവരം ശരിയാണോ? അത് ഇതിലേ ദേവപ്രശ്നം ഇവർ വെച്ചു എന്ന് പറയുന്നുണ്ട്. അത് വെച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും ധാരണയൊന്നുമില്ല, ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഉള്ളത് തന്ത്രി ഇത് ഞാൻ നോക്കി അപ്പോൾ മാറ്റാവുന്നതാണ് എന്നൊരു കത്ത് മാത്രമാണ് ദേവസ്വത്തിന് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഒരു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു അനുഷ്ഠാനം മാറ്റുമ്പോൾ ഭക്തരുടെ സാന്നിധ്യത്തിൽ ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ടാണ് സാധാരണ ഇത് ചെയ്യാറ്. ഇത് വളരെ ഗോപ്യമായിട്ട് ചെയ്തതിൽ കൃത്യമായിട്ടൊരു ഗൂഢാലോചന ഉണ്ട്. ഇത് പറയാൻ കാരണം ഇതിന് ശ്രമം തുടങ്ങിയത് നേരത്തെ സുധാകരേട്ടൻ പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 വർഷം മുമ്പാണ് ഈ 2 ദിവസം വന്ന ഒരു പ്രശ്നം വന്നത്. അത് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്താണ് ഒരു വിവാദം. ഈ ഏകാദശി നാളിൽ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടത് വളരെ ബോധപൂർവമാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായത് ഇതേപോലെ ഈ ഉദയാസ്തമന പൂജ ഏകാദശി ദിവസം മാറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം ഉണ്ടാക്കുകയും ഭക്തരുടെ എതിർപ്പ് വ്യാപകമായി വന്ന സമയത്ത് അതിനെ ആ ദിവസം തന്നെ നടത്തി തടിയൂരുകയാണ് ചെയ്തത്. ഈ വർഷം അവർ കൃത്യമായിട്ട് തന്ത്രയുടെ നിന്ന് ഈ കത്ത് മേടിച്ച് അവർ ഉദ്ദേശിച്ച അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. പറയുന്നത് ഭക്തന്മാർക്ക് ദർശന സൗകര്യം ഇല്ല എന്നാണ് പറയണത്. ഇത് ഉദയാസ്തമന പൂജ ഒരു ദിവസത്തെ ചടങ്ങല്ല, ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ഉദയാസ്തമന പൂജ ഏകാദശിയുടെ അന്ന് നടക്കുകയാണെങ്കിൽ എൻ്റെ തലേ ദിവസം 8 മണിക്ക് അരിയളവ് എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അതോട് കൂടിയിട്ടാണ് ഇത് ആരംഭിക്കുക. അത് കഴിഞ്ഞ് ഏകാദശി ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റത്തെ ദിവസമാണ് ചടങ്ങ് പൂർത്തിയാവുക. ഏകദേശം 2 മണിക്കൂറാണ് ഈ നട അടയ്ക്കേണ്ടി വരിക. മൊത്തത്തിൽ ഓരോ പൂജ കഴിഞ്ഞ് വരുന്ന സമയത്ത് 2 മണിക്കൂറാണ് ആകെ ടൈം കൺസ്യൂം ചെയ്യുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പൂജകളുടെ ഒരു മഹത്വം കൊണ്ടാണ് ആ മൂർത്തിക്ക് ശക്തി ഉണ്ടാവുന്നത്. അതിൻ്റെ ആ ഫലമാണ് ഓരോ പ്രാർത്ഥിക്കുന്ന ഭക്തനും കിട്ടുന്ന ഐശ്വര്യം. അപ്പോൾ ഈ പൂജകൾ മുടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് എന്തിനാ, അതിലും വേഗം വീഗാലാൻഡിൽ പോയാൽ മതിയില്ലേ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നടത്തേണ്ട പൂജാതി കാര്യങ്ങൾ ഭക്തരുടെ ക്ഷേമം അല്ലെങ്കിൽ അവർക്ക് ദർശന സൗകര്യം ഒരുക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റുന്ന സമയത്ത് അതന്നെ ഈ ദേവസ്വം ബോർഡ് അധികാരം ഏൽക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രതിജ്ഞയുടെ ലംഘനമാണ്. ഈ ദേവസ്വം ബോർഡ് പ്രതിജ്ഞ എടുക്കുന്നത് എന്താ, ഇവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനം പാലിച്ചോളാമെന്നും ദേവസ്വം സ്വത്ത് സംരക്ഷിച്ചോളാം പറഞ്ഞിട്ടാണ് ഇവർ അധികാരം ഏൽക്കുന്നത്. പകരം ഇവർ ചെയ്യുന്നത് എന്താ, നിരന്തരമായിട്ടുള്ള ആചാര ലംഘനം നടത്തുക. ഈ തന്ത്രി ചുമതലയേറ്റതിൻ്റെ ശേഷം ഈ ക്ഷേത്രത്തിൽ നടന്നിരുന്ന പല ആചാരങ്ങളും മുടക്കിയിട്ടുണ്ട്. ഈ ഉദയാസ്തമന പൂജയുടെ കാര്യം മാത്രമാണ് പുറത്ത് ജനങ്ങൾ അറിയുന്നത്. ഇവിടെ മുറഹോമം നടന്നിരുന്നു, 3 വർഷമായിട്ട് ഈ മുറഹോമം നടക്കുന്നില്ല. ഇങ്ങനെ നടക്കുന്ന പൂജാതി ഹോമങ്ങളെല്ലാം ഈ ക്ഷേത്ര ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ക്ഷേത്ര ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്ത്രി തന്നെ മുടക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രദ്ധ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കുറഞ്ഞു വരിക എന്നുള്ളതാണ് ഭക്തന്മാർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് ഈ കാര്യങ്ങൾ ചെയ്യുന്ന തന്ത്രിക്ക് ഇതിനെക്കുറിച്ച് അവധാനമില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടമാണ്.
ഹിന്ദു സമൂഹം വളരെ ജാഗ്രതയോടെ കാണേണ്ടതാണ്. വിശ്വാസി സമൂഹം വളരെ ജാഗ്രതയായിട്ട് ഇതിനെ അദ്ദേഹത്തിന് സൽബുദ്ധി ഉണ്ടാവാൻ കൂട്ടായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം ഇത് അദ്ദേഹത്തിന് ബോധമില്ലാതെ ചെയ്യുന്നതല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണു. അതിന് എനിക്ക് ആധാരമുണ്ട്. പക്ഷേ ഈ ഒരു തുറന്ന ചർച്ചയിൽ പറയാൻ എനിക്ക് വൈമുഖ്യമുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം ഇരിക്കുന്നത് ഗുരുവായൂർ എന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനത്തായതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. ആ പദവിയെ ഞാൻ മാനിക്കണു. പക്ഷേ ഒരു കാരണവശാലും ദിനേശൻ നമ്പൂതിരിപ്പാട് എന്ന വ്യക്തി ഈ ക്ഷേത്രത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധാർമികമായിട്ടുള്ള കാര്യങ്ങളെ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ല. ഇങ്ങനൊരു അവസ്ഥയിലായതുകൊണ്ട് ഞാൻ അത് തുറന്നു പറയുന്നില്ല ചില കാര്യങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത്, തന്ത്രി കെണിയിൽ പെട്ടതാണോ പെടുത്തിയതാണോ? അല്ല, അദ്ദേഹം കെണിയിൽ പെട്ടതൊന്നുമല്ല. അദ്ദേഹം ബോധപൂർവം തന്നെയാണ്. കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ സമ്പത്തിനോട് എന്താ പറയുക, ചക്കരക്കുടം കണ്ടാൽ കൈയിട്ടാൽ ആരും നക്കും എന്ന് പറയുന്നത് തന്നെയാണ് കാര്യം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗുരുവായൂർ ക്ഷേത്രം നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന് സമീപമായിട്ട് പ്രദേശത്തുള്ള പല ക്ഷേത്രങ്ങളിലും തന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. ഒരു ഗ്രാമക്ഷേത്രത്തിലെ ഒരു നവീകരണ കർഷകത്തിന് 12 ലക്ഷം രൂപ ദക്ഷിണ ചോദിച്ചു എന്ന് പറയുന്നത് തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു ഗ്രാമപ്രദേശത്തെ ഒരു ക്ഷേത്രം നിലനിന്ന് പോകണമെങ്കിൽ അത് അവിടുത്തെ ആൾക്കാർ എന്തുപോലെ കഷ്ടപ്പെട്ടിട്ടാവും ആ ക്ഷേത്രം നിലനിർത്തിയിട്ടുണ്ടാവുക. അവിടെ അമിതമായിട്ട് ഒരു ക്ഷേത്രത്തിലെ താങ്ങാൻ പറ്റാത്തത് ദക്ഷിണ ചോദിക്കുന്ന സമയത്ത് ഇത് എന്ത് ലോകാത്, എന്ത് ഭക്തി അത്. പണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനോട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ചോദിച്ച ചോദ്യമുണ്ട്. നല്ല ഒരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അത് ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് അത് ചോദിക്കുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആചാരാനുഷ്ഠാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റുന്ന സമയത്ത് ഒരു കൂടിയാലോചന അത്യാവശ്യമാണ്. അത് ഇവിടുത്തെ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റ് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, ഓദിക്കന്മാരുണ്ട്, കീഴ്ശാന്തിമാരുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിയെടുക്കുന്ന ആ പൂജാതി കർമ്മങ്ങളിൽ പ്രാമുഖ്യം ഉണ്ടാവുന്ന ആൾക്കാരുടെ കൂടിയാലോചന നടത്തണം. അതുപോലെ തന്നെ ദേവഹിതം നോക്കണം. ഈ കാര്യങ്ങളൊന്നും പാലിക്കാതെ ബോർഡിൻ്റെ താല്പര്യത്തിന്, രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് തന്ത്രി ഇറങ്ങി പുറപ്പെടാന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം അപകടത്തിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അനീഷ് പക്ഷേ ഞാൻ വരാം. അനീഷ് പക്ഷേ എന്തായാലും ഈ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദേവസ്വത്തിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചു. പക്ഷേ തന്ത്രി കുടുംബമാണ് ഇതിനിപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. വിജേഷ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ പോയിട്ടുണ്ട്. അറിയാൻ സാധിച്ചത് ഇത് 26-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്, അല്ലേ വിജേഷേ? 23-ലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇതിൽ ഗുരുവായൂർ ദേവസ്വം പിന്നെ കൂടുതൽ വിശദീകരണത്തിന് സാവകാശം ചോദിച്ചു എന്നുകൂടി മനസ്സിലാക്കുന്നു, അല്ലേ? ഇപ്പോൾ ഈ സ്വാമി പറഞ്ഞതുപോലെ ദേവപ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറഞ്ഞാൽ പോരെ. ദേവഹിതം ഇങ്ങനെയാണ്, അല്ലേ? ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് അങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, തന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി അനുമതിയോടുകൂടി അങ്ങനെ തീരുമാനിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. കൂടുതൽ സാവകാശം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിലുള്ള മറുപടി പറയാൻ സാധിക്കാത്തത് ഒരു കള്ളത്തരം അതിനകത്തുള്ളത് കൊണ്ടാണ്. ഈ ദേവഹിതം നടത്തുക എന്ന് പറഞ്ഞാൽ അത് 4 ആളറിയണ്ടേ. ഗുരുവായൂർ നിവാസികൾ ആരും അറിയാതെയാണ് ദേവഹിതം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ദേവഹിതം നടന്നു എന്നുള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ ദേവസ്വത്തിന് സാധിക്കാത്തതും. മറ്റൊന്ന്, ഈ ദേവസ്വം പറഞ്ഞിരിക്കുന്ന ന്യായം ഒരുപാട് പേർക്ക് ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് തൊഴാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ശുദ്ധാസംബന്ധമാണത്. ഏകദേശം 1 ലക്ഷം ആൾക്കാരെങ്കിലും ഈ ഏകാദശി ദിനത്തിൽ ഗുരുവായൂരിൽ വരും. എല്ലാവരും ഭഗവാനെ നേരിട്ട് കണ്ട് തൊഴാൻ സാധിക്കാറില്ല. പക്ഷേ ഏകാദശി വിളക്കോ തിക്കോ തിരക്കോ എന്നാണ് പ്രയോഗം തന്നെ. ഈ ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള ഭാഗം കൊണ്ട് മുതോട്ടൂരും മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഒഴുകുകയാണ് ഗുരുവായൂരിലേക്ക്. ഒഴുക്കാണത്. ആ ഒഴുക്ക് 1 ലക്ഷം കവിഞ്ഞു പോകും. ഇത് അങ്ങോട്ട് പോയാലും കോട്ടപ്പടി ഭാഗത്ത് പിടിച്ചാലും അങ്ങനെ തന്നെയാണ്, ചുവലൂർപ്പടി ഭാഗത്ത് പിടിച്ചാലും നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു 3-4 കിലോമീറ്റർ പരിധിയിലുള്ള റോഡുകൾ മുഴുവൻ തിങ്ങി നിറഞ്ഞ ആൾക്കാർ ഒഴുകി വരികയാണ് ക്ഷേത്രത്തിലേക്ക്. എല്ലാവരും നേരിട്ട് വന്ന് ഭഗവാനെ തൊഴാറില്ല. പക്ഷെ ആ മണ്ണ് ചവിട്ടിപ്പോവുക എന്നുള്ളതാണ് ആ ഓരോ ഭക്തൻ്റെയും ആവശ്യം. ഇവിടെ ഭഗവാനെ തൊഴാൻ കയറുന്ന ഒരാൾ മിനിമം ഒരു മിനിറ്റിൽ 2 ആളൊക്കെയല്ലേ തൊഴാൻ സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ തൊഴാൻ സാധിക്കും. ഗുരുവായൂരപ്പന്
ഒരു കണക്കില്ലാതെയാണ് ദേവസ്വം എന്ന് പറയുന്നത്. 1 മിനിറ്റെങ്കിലും വേണം, വേണ്ട 1 മിനിറ്റ് 2 ആൾ തൊഴുന്നു വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റിൽ 120 പേരെ തൊഴുക. 2 മണിക്കൂറിൽ 240 ആൾക്കാർക്ക് തൊഴാൻ പറ്റുള്ളൂ. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഈ മണ്ണ് ചവിട്ടി പോകുന്നു. തൊഴാൻ അവർ നിർബന്ധിക്കപ്പെടുന്നില്ല. കാരണം ഭഗവാന്റെ മണ്ണിൽ അന്ന് ചവിട്ടുക എന്നുള്ളതാണ് പുണ്യം, അതാണ് പുണ്യം. പക്ഷെ ഇവിടെ ദേവസ്വം പറയുന്നത് ഈ 120 പേർക്ക് അല്ലെങ്കിൽ 240 പേർക്ക് കൂടി കടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബാക്കി ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രായോഗികത ഉണ്ടോ ദേവസ്വം ആ പറയുന്നതിനകത്ത്? അപ്പോ ഇപ്പൊ തൊഴുതുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു 240 പേർക്ക് കൂടെ തൊഴാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ പൊറാട്ട് നാടകം ദേവസ്വം കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെ ആചാരത്തിന്റെ മേലെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ അനുഷ്ഠാനത്തിനെ കടക്കൽ കത്തിവെക്കാനാണ്. ഇത് ഭൂലോക വൈകുണ്ഠമാണ്, ഭഗവാന്റെ മണ്ണാണിത്. ഭഗവാൻ ഇരുന്ന് അരുളുന്ന ഒരു സ്ഥലമല്ലേ. അവിടെ ഏറ്റവും നന്നായി പറയാറുണ്ട് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്. എല്ലാവരും പറയുന്നതല്ലേ, ശങ്കരാചാര്യ സ്വാമികളുടെ നിർദ്ദേശത്തിൽ പൂജാവിധികൾ നടക്കുന്ന ഒരു ക്ഷേത്രം. അത്രയും ഭവ്യതയോടെ കാണുന്ന ഒരു പ്രദേശത്ത് ആ ക്ഷേത്ര സങ്കേതത്തിനകത്ത് ഇതുപോലൊരു തൊട്ടുന്യായം പറഞ്ഞുകൊണ്ട്, ഒരു തൊടുന്യായമാണത്. ഇപ്പൊ തൊഴുന്നതിനേക്കാൾ ഒരു 200 പേർ കൂടുതൽ തൊഴാൻ വേണ്ടി ഇങ്ങനെ ഒരു ഏർപ്പാടിന് വേണ്ടിയിരുന്നില്ല. അപ്പൊ കാര്യം അതല്ല. അല്ല, ഭഗവാനെ ദർശിക്കാനായില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വിശ്വാസി ബഹളം വെച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഏകാദശി നാളിൽ ഭഗവാന്റെ അടുത്ത് വന്നു പോകുക എന്നുള്ളതാണ്, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നേരിട്ട് തൊഴാൻ സാധിക്കില്ലെന്ന് ഭക്തന്മാർക്കറിയാം. ഇത് ഏത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ നിശ്ചയിക്കുന്നത്? ഈ അനുഷ്ഠാനത്തെ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികൾ തുടങ്ങി വെച്ചിട്ടുള്ള ആ ആചാരത്തെ, ആ അനുഷ്ഠാനത്തിനെ അട്ടിമറിക്കുക എന്നുള്ള മാത്രമാണ് ദേവസ്വത്തിന്റെ സുചിന്തിതമായിട്ടുള്ള ചിന്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് ഭക്തന്മാർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു അണ്ണുവിട പോലും ഭക്തന്മാർക്ക് വേണ്ടി അവർ നിലകൊണ്ടിട്ടില്ല, ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊക്കെ ഒരു 500 പേരിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ നേരെ പുറത്തേക്ക് പോകണം, ഇന്നർ റിംഗ് റോഡിലേക്ക് അഭയം പ്രാപിക്കണം. പൊരി വെയിലത്താണ്. ഒരു 1000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഔട്ടർ റിംഗ് റോഡിലേക്ക് കടക്കും. 10,000-2000 പേര് തൊഴാൻ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഈ ഗുരുവായൂരിന്റെ 1 കിലോമീറ്റർ ചുറ്റളവുള്ള എല്ലാ ഔട്ടർ റിംഗ് റോഡിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഭക്തന്മാരെ കാണാം, ചുട്ടുകൊള്ളുന്ന വെയിലത്ത്. ഇതാണ് ഈ സംവിധാനം. ഇത് ഇത്രയും കാലമായിട്ട് ദേവസ്വം കണ്ടിട്ടില്ല. അല്ല പക്ഷേ, ഈ ഭക്തരുടെ വൈഷമ്യം കാരണമാണ്, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് മാറ്റി എന്നാണല്ലോ പറയുന്നത്. അതെ അതെ. പക്ഷേ ഈ ഗുരുവായൂരിൽ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് എന്ത് സൗകര്യമാണ് ദേവസ്വം? ഇല്ല, ഇതുപോലെ ചെയ്തിട്ടില്ല. ഇവരിവിടെ വരുന്ന ഭക്തന്മാർക്ക് ക്യൂ നിൽക്കാൻ വേണ്ടി ഒരു കുടിവെള്ളം കൊടുക്കണ്ടേ? അതുപോലെ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു പദ്ധതി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം, ഇത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പ്രസാദ നഗരം പദ്ധതിയിൽപ്പെടുത്തി കൊടുത്തിയതാണ്. ഇവിടേക്ക് ആൾക്കാർ കടന്നിരുന്നില്ല, മൂക്കുപൊത്തിയിട്ട് 3 വർഷം മുൻപ് വരെ. പ്രസാദ നഗരം പദ്ധതിയിൽപ്പെടുത്തി 3 കോടി രൂപ നയാ പൈസ ദേവസ്വത്തിനോ മുനിസിപ്പാലിറ്റിക്കോ സംസ്ഥാന സർക്കാരിനോ ചെലവില്ലാതെ പണി കഴിപ്പിച്ചതാണിത്. ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും. ആ ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏറെ അക്ഷന്തവ്യമായ തെറ്റ് ഈ ദേവസ്വം പോയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 100 കോടി രൂപയാണ് പ്രസാദ നഗരം പദ്ധതിയിൽ പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാർ ഗുരുവായൂരിന് കൊടുത്തിരിക്കുന്നത്. അതിൽ 43 കോടി രൂപയെ ഇതുവരെ ഇവർ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ ദേവസ്വത്തിന് മാത്രം മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ് എന്ന രീതിയിൽ 25 കോടി രൂപ ദേവസ്വത്തിന് നേരിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. 5 ലക്ഷം രൂപ സുരക്ഷാ ക്യാമറകൾക്ക് വേണ്ടിയിട്ടും. ബാക്കി പൈസ ഇത് മുനിസിപ്പാലിറ്റി കൊടുത്ത ഈ 3 കോടി രൂപ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്റർ, തൊട്ട് തെക്കേനടയിൽ കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ 10 കോടി രൂപ ചെലവിൽ. ഇതൊഴിച്ചു കഴിഞ്ഞാൽ ഈ 43 കോടി രൂപയുടെ പദ്ധതികളാണ്. നയാ പൈസ ഇവർക്ക് ആർക്കും ചെലവില്ല, കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ ഫണ്ടാണ്. അത് ഉപയോഗിച്ച് നിർമ്മിച്ചാൽ മാത്രം മതി. ആ നിർമ്മിക്കാൻ 43 കോടി രൂപയുടെ പദ്ധതികൾ വരെ കൊടുത്തിട്ടുള്ളൂ. കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കേന്ദ്ര സർക്കാർ പോലും നടത്തുന്ന പദ്ധതികളെ സമയാസമയത്ത് നടത്തിയെടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ഇവിടെ നാണം കെട്ട് നടക്കണം ഇവിടുത്തെ ഭക്തന്മാർ, മൂക്കുപൊത്തി നടക്കണം ഇവിടുത്തെ ഭക്തന്മാർ, അഴുക്കിലൂടെ ചവിട്ടി വരണം ഭക്തന്മാർ. ഇതുവരെ വാശിയാണ്, പൊരുവേലത്ത് ഭക്തന്മാർ നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ ഭക്തന്മാർക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. ഒരു ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ
ഇതിപ്പോ LDFന്റെ പ്രതിനിധികളാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത് ദേവസ്വം. തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു. അവരുടെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലം ഏറ്റെടുത്തു വരും. തെക്കേ നടയിലുണ്ടായിരുന്ന പാരമ്പര്യ ജീവനക്കാരുൾപ്പെടെയുള്ള എല്ലാവരെയും അവിടുന്ന് അടിച്ചു പുറത്താക്കിയിട്ടും അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാഞ്ഞിട്ടാണെന്ന് ആലോചിക്കണം. കാരണം ഭഗവാന്റെ പണമുണ്ട്. ഭഗവാന്റെ മണ്ണിൽ നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോയ ഒരുപാട് പാരമ്പര്യക്കാരുണ്ട് ഗുരുവായൂരിന്റെ മണ്ണിൽ, ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടാത്തവര്. അന്ന് അവരത് പുറത്താക്കുമ്പോൾ ദേവസ്വം പറഞ്ഞത് ക്യൂ കോംപ്ലക്സ് പണിയാനാണ്, വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് അതിനു വേണ്ടിയാണ് നിങ്ങൾ ഒഴിപ്പിക്കുന്നത് പറഞ്ഞാൽ ഒഴിച്ചു കളഞ്ഞത്. പക്ഷെ ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, ആ തെക്കേ നടയിൽ കൂവളത്തയുടെ അപ്പുറത്ത് ഒരു താൽക്കാലിക ഷെഡ് കെട്ടിയുണ്ടാക്കിയതല്ലാതെ കണ്ടിട്ട് അത് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവിടെ കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഊട്ട് നടത്തുമ്പോൾ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം. എന്താണ് ദേവസ്വം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു മൾട്ടി ലെവൽ നിലവാരത്തിലുള്ള ഒരു ക്യൂ കോംപ്ലക്സ് വരികയായിരുന്നുവെങ്കിൽ ഈ നിൽക്കുന്ന ഭക്തന്മാർ മുഴുവൻ ഈ വെയിലും കാറ്റും മഴയും കൊണ്ടുകൊണ്ട് ഈ ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തൂങ്ങി നിൽക്കേണ്ട ആവശ്യം വരുമായിരുന്നോ? ഇവർ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? അതിന് പോലും ഇവർ തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഭൂമി വേണമെങ്കിൽ അവർ ഏറ്റെടുക്കും, അതവർ തരിശാക്കി ഇടും. ദേവസ്വത്തിന് വേണ്ടുന്ന തോന്നിയാസം മുഴുവൻ അവർ ചെയ്യും. പക്ഷേ ഭക്തന്മാർക്ക് ഒരു ചെറിയ ആനുകൂല്യം, അവർക്ക് വേണ്ടുന്ന ഒരു സൗകര്യം, ഒരു അടിസ്ഥാന സൗകര്യം കൊടുക്കാൻ ഇന്നേ വരെ അത് LDF നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡാണെങ്കിലും UDF നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡാണെങ്കിലും തദൈവ രണ്ടു കൂട്ടരും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. ഓക്കെ, ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ കെടുകാര്യസ്ഥത കൂടി ജനസഭയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഭക്തജനങ്ങൾക്ക് പറയാൻ ഉണ്ട്. പ്ലീസ്. ഗുരുവായൂരിൻ്റെ മൈക്കോണോ? ഓക്കെ, ഹലോ. ഗുരുവായൂരിൻ്റെ ഈ ഏകാദശിയുടെ പൂജാവിധികളിൽ, ഏകാദശിയോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന പൂജാവിധികളിൽ മാറ്റം വരുത്തിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിച്ചത് ഒരു ഭക്തൻ്റെ സൗകര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഈ പ്രദേശവാസികളായ ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. നമ്മളിവിടെ ചർച്ച തുടങ്ങേണ്ടത് ശരിക്കും ഗുരുവായൂരിനല്ല എന്നാണ്. സ്വാമിയെ നല്ല രീതിയിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിട്ടുണ്ട്. സ്വാമി വരുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു, വിളിച്ചന്വേഷിച്ചിരുന്നു. പക്ഷെ അന്വേഷിച്ച ആളുകൾ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ അമ്പലത്തിലെ നിത്യേന ദർശനം നടത്തി വരുന്നത്. ഗുരുവായൂരുള്ള ആള് തന്നെയല്ലേ ദേവപ്രശ്നം നടന്നതായിട്ട് അറിയാം? അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഒരു അറിവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ ഒരു ഭക്തൻ്റെ സൗകര്യം ആവട്ടെ, ഭക്തർക്ക് മാക്സിമം സൗകര്യം കൊടുക്കണം. ഈ സൗകര്യം കൊടുക്കുമ്പോൾ നമ്മളൊരു തന്ത്രിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ മന്ത്രിമാരെ കുറിച്ചും കൂടി പറയണം. കാരണം ഇവിടെ ഗുരുവായൂരിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ചുറ്റളവിലുള്ള റോഡുകളുണ്ട്. തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ കുന്നംകുളം, പാവറട്ടി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റോഡുകൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ ഗുരുവായൂരിലേക്ക് ഒരു ഭക്തർ പോലും സീസൺ സമയത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. പിന്നീട് ഇന്ന് ഈ കാണുന്ന ഒരു ഭംഗിയിലേക്കെങ്കിലും എത്തിപ്പെട്ടത് പൂർണ്ണമായിട്ട് ഈ ഔട്ടർ റിംഗ് റോഡ് ചുറ്റി നടന്നു നോക്കിയാൽ നമുക്ക് കാണാം. പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, അമൃത് പ്രസാദം പദ്ധതികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ 16-ാം തീയതി ഇവിടെ മണ്ഡലം മകരവിളക്ക് സീസൺ തുടങ്ങി. ഈ കാണുന്നു പോലീസ് നിൽക്കുന്ന ഒരു റൗണ്ട് അബൌട്ടാണ് ഈ കാണുന്നത്. അവിടെ താൽക്കാലികമായിട്ട് നിർത്തുന്ന താൽക്കാലിക വളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് 7 മണി വരെ നിൽക്കുന്നു. പോലീസ് സംവിധാനം ഇല്ല. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിപ്പെടുന്നത് ഈ 6 മണിക്ക് ശേഷമാണ്. പ്രധാന ഇടത്താവളം, ശബരിമലയുടെ പ്രധാന ഇടത്താവളത്തിൽ പാർക്കിംഗ് അറിയാതെ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് വട്ടം തിരിഞ്ഞടക്കുന്ന സ്വാമി അയ്യപ്പ ഭക്തന്മാരാണുള്ളത്. 100 മീറ്റർ അപ്പുറത്തേക്ക് പോവാം. മറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പണി നടക്കുന്നു. താൽക്കാലികമായിട്ട് അവർ ടൂറിസ്റ്റ് ബസ് പാർക്കിങ്ങിലാണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. 100 മീറ്റർ വരാൻ തയ്യാറാണെങ്കിൽ അവിടെ ഇരുട്ടത്ത് ബസ്സുകൾ കിടക്കുകയാണ്. ഇന്നലെ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ അവിടെ മോഷണം നടന്നിരിക്കുന്നു. മൊത്തം ക്രിമിനൽസ് ഗുരുവായൂരിലേക്ക് കയറ്റി വിട്ടിട്ടിരിക്കുകയാണ്. അവരിവിടെ ഓരോ ഭക്തനെയും ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഷമിക്കാതെ പോകുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗകര്യം കൊടുക്കാതെ ഇവിടുത്തെ മന്ത്രിമാരായാലും പ്രാദേശികമായിട്ടുള്ള മുനിസിപ്പാലിറ്റികളാണെങ്കിലും MLA ആണെങ്കിലും ഇത്തരത്തിൽ ഗുരുവായൂരിനെ അവഗണിച്ച് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുന്ന ഭക്തർക്ക് ഇത്തരത്തിലുള്ള ദർശന സൗകര്യത്തിന് എന്നൊരു നാടകം കാണിച്ചുകൊണ്ട് ഹിന്ദു മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന രീതികൾ ശരിയല്ല എന്നുള്ളതാണ് ഗുരുവായൂർ നിവാസി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വളരെ അപര്യാപ്തമാണ്. ഇന്ന് ഇവിടെ ഒരു സമയം മാക്സിമം ഒരു 5000 ആളുകൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഒരുപക്ഷെ റൂം എടുക്കാത്തവരാണെങ്കിൽ അവർക്ക്
ഒരു ശൗചാലയം പോലും നിലവിലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഒരു അഡീഷണൽ പോലീസ് സംവിധാനം ഗുരുവായൂരിലേക്ക് ഇത്രയും വലിയൊരു മണ്ഡലം മകരവിളക്കിനെ നേരിടാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഏകാദശിയുടെ അന്നാണെങ്കിൽ പോലും ഇവിടെ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ആർക്കും വരുത്താനായിട്ട് മുൻകാലങ്ങളിലും സാധിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തി അന്നത്തെ ദിവസം ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പാസുകൾ ധാരാളം പോകുന്നു. മറ്റ് പാർട്ടി സംവിധാനങ്ങളിൽ നിന്ന് ധാരാളം പാസുകൾ ഭരണപക്ഷത്തുള്ള പാർട്ടികൾ എത്ര ആളുകൾക്ക് എഴുതി വിടുകയാണ്. അത്തരത്തിലുള്ള കണക്കെടുത്താൽ ഞെട്ടിപ്പോവും. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ പാസ് കൊടുത്തുവിടുന്നുണ്ട്, ദൈനംദിനം കൊടുത്തുവിടുന്നുണ്ട്. ഏകദേശം കേരളത്തിലെ മൊത്തം ഹൈന്ദവരായിട്ടുള്ള പോലീസുകാരും അവരുടെ കുടുംബം വന്നു കഴിഞ്ഞാൽ, മാഷ് നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ഒരു ദർശനത്തിന് ആ കവാടത്തിൽ നിന്ന് ഒരാൾ പാസ് ചെയ്ത് പോകാൻ എത്ര സമയം എടുക്കുന്നു? വളരെയധികം സമയമാണ് അതിനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ഭക്തജനങ്ങളെയും നമ്മൾ വളരെ ഭക്തിയോടുകൂടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാം എന്ന് കയറി കഴിഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ കുറച്ച് പ്രതികരണശേഷിയുള്ള ആളുകളാണെങ്കിൽ നല്ല ഭക്തി നിർഭരമായ അമ്പലത്തിൽ കയറിയാൽ വളരെ വിഷമമായിട്ട് ഒരു ദേഷ്യം പിടിച്ച മനസ്സായിട്ട് പുറത്തേക്ക് വരേണ്ട സാഹചര്യമാണ്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ചെയ്തികൾ അത്രയും നമുക്ക് ഒരു ഭക്തന് സഹിക്കാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞു. മറ്റൊരു കാര്യം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, കേവലം 2-3 പാസുകൾ പല വിവരങ്ങളും അറിഞ്ഞ് മാധ്യമ ശ്രദ്ധയിൽ അത് പെടുത്തുമ്പോൾ അമ്പലത്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ വരുമ്പോൾ 2-3 പാസ് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഉണ്ടാവരുത്. ഈ ശബ്ദം പുറത്തേക്ക് എത്തിക്കാൻ വിരലിൽ ഉണ്ടാവുന്ന 1-2 മാധ്യമങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും കേരളത്തിലെ ഓരോ ഭക്തരുടെയും കൂടെ നിങ്ങളെങ്കിലും ഉണ്ടാവണമെന്നുള്ള ഈ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. തീർച്ചയായും ഞങ്ങളുണ്ടാവും. ഇതൊരു തുടക്കം മാത്രമാണ്. ഓക്കെ, സുധാൻജി, ഇവിടെ ശബരിമലയെ തകർക്കാനുള്ള സജീവ ശ്രമം ഉണ്ടായി അല്ലേ? അന്ന് ഭക്തജനങ്ങളും അതുപോലെ ഹൈന്ദവ സംഘടനകളും രംഗത്തിറങ്ങിയതോടുകൂടിയാണ് അതിൽ നിന്ന് പിൻവലിഞ്ഞത്. പിന്നീട് മാപ്പ് പോയി, ഓരോ വീടും കയറി മാപ്പ് പറഞ്ഞു, ആ ഒരു അവസ്ഥയുണ്ടായി. ഇപ്പം എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ഹൈന്ദവ സംഘടനയ്ക്ക്, പ്രത്യേകിച്ച് താങ്കൾ പ്രതിനിധീകരിക്കുന്ന ഹിന്ദു ഐക്യവേദിക്കൊക്കെ അത് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് തോന്നുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു തോന്നുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള പല ആചാര അനുഷ്ഠാന ധ്വംസനങ്ങളും ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അനവധി വർഷങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ ഇവിടേക്ക് ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് വരുന്നത് അന്നത്തെ സർക്കാർ ജേക്കബ് തമ്പി എന്ന് പറയുന്ന ഒരു ക്രിസ്തുമത വിശ്വാസിയെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിയമിക്കുകയുണ്ടായി. അപ്പം അന്ന് അതിനെതിരെ സമരം നടന്നത് കുമ്മനം രാജശേഖര രാജേട്ടൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രധർമ്മവും ക്ഷേത്ര സംസ്കാരവുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഹിന്ദു സംഘടനകൾ നിരന്തരമായിട്ട് സമരപരിപാടികളും ആധ്യാത്മിക തരത്തിലുള്ള സമരമുറകളും ഒക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേവസ്വം ബോർഡ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രത്തിൽ നമുക്കറിയാം, ശബരിമലയിലെ 18-ാം പടി കയറുന്ന കാര്യം നമുക്കറിയാം. ആ 18-ാം പടി കയറി ശബരിമല ക്ഷേത്രത്തിലെ ദർശന സമയത്ത് ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ 80,000 പേരെ ദർശനം നടത്താം എന്നുള്ളതാണ്. കെട്ടേറ്റി 18-ാം പടി കയറി അവിടെ തിക്കിലും തിരക്കിലും 80,000-ഓളം പേർക്ക് ഒരു ദിവസം ദർശനം നടത്താം. പക്ഷേ പല സന്ദർഭങ്ങളിലും അതിലധികം 1,00,000 അതിലധികം ആളുകൾ വരെ ദർശനം നടത്താറുണ്ട്. ഇവിടെ ഗുരുവായൂരിനെ സംബന്ധിച്ച് ഈ ഏകാദശി ദിവസങ്ങളിൽ രാത്രി പോലും നട അടയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നട അടയ്ക്കാതെ 2 ദിവസത്തോളം നട അടയ്ക്കാതെ തുടർച്ചയായിട്ട് 3 ദിവസം നട തുറന്നിരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന മുഴുവൻ ഭക്തന്മാർക്കും ഭക്തജനങ്ങൾക്കും ദർശന സൗകര്യം ഏർപ്പെടുത്താൻ ആ സമയപരിധിക്കുള്ളിൽ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് കൃത്യമായി അതിന് വേണ്ട ഒരു ആസൂത്രണം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദർശന സൗകര്യത്തിൻ്റെ പേരിലല്ല, മറ്റൊന്നൊരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഹിന്ദു സമൂഹത്തിൽ അനവധി അനാചാരങ്ങളുണ്ടായിരുന്നു. എല്ലാ സമൂഹങ്ങളിലും ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ടാകും. ഒരു കാലഘട്ടത്തിലുള്ള ആചാരങ്ങൾ പിന്നീട് അനാചാരങ്ങളായിട്ട് മാറാം, അതൊക്കെ മാറും. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ശ്രീകോവിലിനകത്ത് നടക്കുന്ന പൂജാവിധികൾ, ആ പൂജാവിധികളിൽ മാറ്റം വരുത്താനുള്ളൊരു സമ്പ്രദായമുണ്ട്. അത് തന്ത്രസമുച്ചയത്തിലുമൊക്കെ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ദേവഹിതം അറിയുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഹിന്ദു സംഘടനകളല്ല കോടതിയെ സമീപിച്ചത്. ആദ്യം കോടതിയെ സമീപിച്ചത് തന്ത്രി കുടുംബമാണ്. അപ്പോൾ തന്ത്രി കുടുംബത്തിനെ പോലും അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാഞ്ഞത് അത് സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ബോധ്യപ്പെടില്ല. കാരണം എന്താണ്, അതിൻ്റേതായ കാരണങ്ങളില്ല. അപ്പോൾ ഈ ദേവഹിതം അറിയുന്നതിലേക്ക് പോകേണ്ട കാര്യമില്ല. ദേവഹിതം അറിഞ്ഞ സമയത്ത് ഇപ്പോൾ പറയുന്നു ദേവഹിതം അറിഞ്ഞു, അതുകൊണ്ടാണ് ജ്യോത്സ്യൻ എഴുതി കൊടുത്തു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഏകാദശി ദിവസം മാറിയ സമയത്ത് അന്ന് ഇതേപോലെ കലണ്ടറും ഒക്കെ ഗണിച്ച ജ്യോതിഷി അദ്ദേഹം എഴുതി കൊടുത്തിരുന്നു, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഏകാദശി ദിവസം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം എഴുതി കൊടുത്തത് അത് ദേവസ്വം ബോർഡ് പരിഗണിച്ചില്ല. അപ്പോൾ ദേവസ്വത്തിന് കൃത്യമായ അജണ്ടയുണ്ട്, അത് പാർട്ടി അജണ്ടയാണ്. ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് അത് പാർട്ടി അജണ്ടയാണ്. അനവധി ക്ഷേത്രങ്ങളുണ്ട്, എത്രയോ ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഈ ഗുരുവായൂരിൻ്റെ മാഹാത്മ്യം, ഇത്രയും ശക്തിവിശേഷം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികളാണ്. അവിടുത്തെ ഓരോ ക്ഷേത്രത്തിലെയും പൂജാരിമാരെ സംബന്ധിച്ച്, തന്ത്രിയെ സംബന്ധിച്ചൊക്കെ ആ ദേവതയുടെ ഉപാസകരാണ്. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരും ഗുരുവായൂരപ്പൻ്റെ ഉപാസകരാണ്. അവിടെ നിഷ്ഠയോടുകൂടി നടക്കുന്ന പൂജാവിധികളാണ് ക്ഷേത്ര ചൈതന്യവും അതിൻ്റെ മഹത്വവും ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ശക്തി ക്ഷയിക്കണം. അത് യാതൊരു സംശയമില്ല. ഇത് തന്നെയായിരുന്നല്ലോ ശബരിമലയും ടാർഗറ്റ് ചെയ്തത്. ആ ക്ഷേത്ര സങ്കേതത്തിലെ ചൈതന്യത്തിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ സ്വാഭാവികമായും അതിനെ തകർക്കാൻ സാധിക്കൂ. അപ്പോൾ അതിന് വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ക്രമേണ നടപ്പിലാക്കി വരികയാണ്. അതിൽ ഏറ്റവും നമ്മൾക്ക് അത്ഭുതമായ കാര്യം, മറ്റ് ആചാര അനുഷ്ഠാനങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഏകാദശി ദിവസം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണെന്ന് പറയുന്നു. അന്ന് ഗീതാദിനമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ സംബന്ധിച്ചും ആ ക്ഷേത്രത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം, ഒരു ക്ഷേത്രത്തിലേക്ക് ഭക്തന്മാർ വരുന്നത് ആ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കാണാനും അതനുസരിച്ച് ഭഗവാനെ ആരാധിക്കാനുമാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏകാദശി ദിവസത്തെ സവിശേഷതകൾ, ഉദയാസ്തമന പൂജയാവാം, മറ്റനുഷ്ഠാനങ്ങളുണ്ടാവാം, ഇതൊക്കെയാണ് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്ര ചൈതന്യവും അനുഷ്ഠാനവും നിലനിർത്താൻ, അത് ഭക്തജനങ്ങളിലേക്ക് കൂടുതൽ അതിൻ്റെ ശക്തിവിശേഷം പകരുന്നതിന് പകരം ആ ക്ഷേത്ര ചൈതന്യം ഇല്ലാതാക്കുന്ന തരത്തിൽ അതിൻ്റെ കടയ്ക്കൽ തന്നെ കത്തിവെക്കുന്നതിനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തു എന്നുള്ളത്, അത് ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് അറിയാതെ എടുത്തതല്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് ദേവസ്വം ഭരണസമിതി അറിയാതെ എടുക്കുന്ന ആളല്ല. വിജയമാഷെ നമുക്കറിയാം, സംസ്കൃത അധ്യാപകനാണ്. വിജയമാഷെ ഞാൻ നേരത്തെ അറിയുന്നതാണ്. അദ്ദേഹം പൂങ്കുന്നത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹം പത്നിയും ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതം പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ ബോർഡ് ചെയർമാൻ എന്നുള്ള നിയമനം, ആ നിയമനം നടത്തിയ ആളുകളോടുള്ള വിധേയത്വം, അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടിയോടുള്ള വിധേയത്വം, അതാണ് ഈ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാരണം. അതുകൊണ്ട് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ അനിൽ തമ്പ്യാർ ചോദിച്ചതുപോലെ ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചും ഭക്തജനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ ക്ഷേത്രവും ക്ഷേത്രധർമ്മവും ക്ഷേത്ര സംസ്കാരവും ഒക്കെ സംരക്ഷിക്കാൻ നമ്മൾ തെരുവിലിറങ്ങേണ്ട ഒരു ഗതികേടാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയ്ക്ക് അവരുടെ ആരാധനാലയങ്ങളും അവരുടെ വിശ്വാസവും അവരുടെ ധർമ്മവും അവരുടെ സംസ്കാരവും ഒക്കെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ട ഗതികേടുണ്ടെങ്കിൽ അത് ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾക്കാണ്. വേറെ എവിടെയുള്ളത്? നമ്മുടെ ശബരിമല സംരക്ഷിക്കാൻ, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ, അത് ഗുരുവായൂരാണെങ്കിലും മറ്റു ക്ഷേത്രങ്ങളാണെങ്കിലും നമ്മുടെ ആശ്രമങ്ങളും നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ട ഗതികേടാണ് ഇന്ന് ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ നമ്മൾ ഭക്തനാണ്, നമ്മൾ വിശ്വാസിയാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം
നമ്മൾ ക്ഷേത്രങ്ങളിൽ ഭഗവാനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ധർമ്മരക്ഷയ്ക്ക് വേണ്ടി, ജീവിത രക്ഷയ്ക്ക് വേണ്ടി ഒക്കെ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ആ ക്ഷേത്രവും ക്ഷേത്രസങ്കേതവും ഒക്കെ സംരക്ഷിക്കാൻ നമ്മളും പ്രതിബദ്ധരാണ്. അതിൻ്റെ കടമ നമ്മളിലുണ്ട് എന്നുള്ളത് അത് നമ്മുടെ വിശ്വാസികളെ, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഭക്തജനങ്ങളോട് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സ്വാമി, ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ സുധാകർജി പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ ക്ഷേത്ര ചൈതന്യം നിലനിർത്താൻ വിശ്വാസികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ശരിയാണ്. ഇവിടെ ഈ ദേവഹിതം അതാണെങ്കിൽ അത് തന്ത്രി കുടുംബത്തിലുള്ള മറ്റുള്ളവർ അറിയേണ്ടതല്ലേ? അവരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഇടപെടൽ സതുദ്ദേശപരമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു 2 കാര്യങ്ങൾ പറയാണ്. ഒന്ന്, ഇവിടെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആരാ? ശ്രീ സുധാകരൻ. സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വിജയമാഷ് എനിക്കറിയാവുന്ന ഒരാളാണ്, എൻ്റെ ഗുരുനാഥൻ്റെ സുഹൃത്താണ്, സംസ്കൃത പണ്ഡിതനാണ്, പഠിച്ചിട്ടുള്ള ആളാണ്, പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ഒരു സംസ്കൃത പണ്ഡിതനെ ദേവസ്വം ചെയർമാനാക്കി നന്നായി. കഴിഞ്ഞ തവണ ഒരു അബ്കാരിയായിരുന്നു, 2 ടേമാണ് അദ്ദേഹം ഇരുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അല്ലേ ഗുരുവായൂരുകാർക്ക് ആശ്വസിക്കാൻ, സന്തോഷിക്കാം. അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കയ്യടി അല്ല, ശരിയല്ലേ സ്വാമി? പറഞ്ഞൂടെ? അതെ, അറിയാം. അല്ല, കയ്യടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ യാഥാർത്ഥ്യമാണത്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹത്തിനെ പക്ഷേ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കിയ രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വാധീനമില്ല എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി നമുക്ക് വകവെച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്കറിയാം സത്യം എന്താണ് എന്നുള്ളത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ലല്ലോ ഇത് കേൾക്കുന്നത്, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്. അത് മറച്ചു വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സംവാദം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തീർപ്പ്. ഞാനൊരു കാര്യം തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? ഇതേ ഞാൻ വിശ്വസിക്കുള്ളൂ, വേറെ എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നൊരു കാര്യം ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിച്ച് ഞാൻ അവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് എന്നോട് സംവാദം നടത്താൻ പറ്റില്ല. സംവാദം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കുക, കേട്ടിട്ട് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ശ്രുതിയുക്തി അനുസരിച്ച്, പ്രമാണമനുസരിച്ച് തീരുമാനം എടുക്കുക. തീരുമാനം എടുത്തിട്ട് നമ്മൾ പറയുക, അയാൾ പറഞ്ഞതിലും ശരിയുണ്ട്, ഇദ്ദേഹം പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് രണ്ടും കൂടി പരിഗണിച്ചിട്ട് നമുക്ക് എടുക്കാവുന്ന നിലപാട് ഇതല്ലേ എന്ന് ചോദ്യരൂപേണ അവതരിപ്പിക്കുന്നതാണ് സംവാദം. അല്ലാതെ തീർപ്പുകളിൽ അഭിരമിച്ചുകൊണ്ട് വാദകോലാഹലങ്ങൾ ഉണ്ടാക്കലല്ല സംവാദം. ഇപ്പോൾ ഇവിടെ അബ്കാരിയെ പറ്റി പറഞ്ഞു, അതും കൂടി പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാരായണ ഗുരു പറഞ്ഞ 2 കാര്യങ്ങളെ നമ്മൾ അനുസരിക്കാത്തുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരല്ല കേട്ടോ, ഞാനും അല്ല. അതൊന്ന്, ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞു. കേരളം ഇപ്പോഴത് കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് അത് കേട്ടിട്ടുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ പോലും അത് കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും, ഇല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ അദ്ദേഹം പറഞ്ഞു കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. ആനയും വെടിക്കെട്ടും ഇല്ലാതെ തൃശ്ശൂർ പൂരം നടത്തുന്നത് അനുഷ്ഠാന ലംഘനമാണോ ആചാര ലംഘനമാണോ? നാരായണ ഗുരു പറഞ്ഞതാ. നമുക്കതനുസരിച്ച് അവിടെ അങ്ങനെ ഒരു നാരായണ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രക്ഷോഭം നടത്താൻ പറ്റുമോ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്തോ ഒരു വെടിക്കെട്ട് സംബന്ധിച്ചൊരു നടപടി എടുത്തിട്ടുണ്ട്. ഹൈക്കോടതി ആന വേണ്ട എന്നുള്ള അഭിപ്രായം, ആനപ്രേമികളുടെ അപേക്ഷ അനുസരിച്ച് നടപടി എടുത്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ആനയും വെടിക്കെട്ടും ഇല്ലാതെ എന്ത് തൃശ്ശൂർ പൂരം? അപ്പോൾ ഇതൊക്കെ വേറെ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇതിലെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും, അതായത് ഇടതോ വലതോ BJP ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെയും താല്പര്യങ്ങൾ ഇല്ലാതെ വേണം കാലോചിതമായിട്ട് മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ക്ഷേത്ര പരിഷ്കാരങ്ങൾ വരുത്താൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ വീണ്ടും ഭക്തജനങ്ങളിലേക്ക് പോകണം, പറയാം പെട്ടെന്ന്. നമ്മളിപ്പോൾ ഭക്തൻ്റെ ആവശ്യം അനുസരിച്ചാണ് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തെ റോഡുകളുടെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, അതിൻ്റെ ശോചനീയാവസ്ഥ കാര്യങ്ങളൊക്കെ. പക്ഷേ വർഷങ്ങളായിട്ട് ഗുരുവായൂരിൽ നടക്കുന്നത് ഒരു സീസൺ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏകാദശി വിളക്ക് സ്റ്റാർട്ട് ചെയ്ത് അന്നൊട്ട് പണി തുടങ്ങുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗണപതി കോവിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു പൊളിച്ചിട്ടുണ്ടായിരുന്നു.
അതിലൂടെ ചവിട്ടിയിട്ടാണ് സ്വാമിമാരൊക്കെ അമ്പലത്തിലേക്ക് വന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മുടെ കല്യാണ മണ്ഡപങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട്, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഗുരുവായൂരിന്ന് പല ആളുകളും ചെന്നിട്ട് അവരോട് വർക്ക് നിർത്താൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഇത് ഞങ്ങളോട് എത്രയും പെട്ടെന്ന് തീർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വർക്ക് നടക്കുന്നത് ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റുഭാഗം കോൺക്രീറ്റ് നടക്കുകയാണ്. ഇപ്പോഴും ആ പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകാദശി തുടങ്ങിയിട്ട് എത്ര ദിവസമായി വിളക്ക് തുടങ്ങിയിട്ട്? ഇത് വളരെ ആസൂത്രിതമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പേപ്പറിലൊക്കെ നമ്മളെല്ലാ കൊല്ലവും നമ്മൾ കാണാറുണ്ട് ഓരോ ക്ഷേത്രങ്ങളും അവരെ പരസ്യങ്ങളും കൊടുക്കുന്നത്. ഒരാഴ്ച മുന്നേ തന്നെ എല്ലാ പ്രവർത്തികളും കഴിഞ്ഞു, ഭക്തർക്ക് തൊഴാനും വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഇതുകൾ. പക്ഷെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ അയ്യപ്പ ഭക്തന്മാരൊക്കെ വരണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഈ കോൺക്രീറ്റിലൂടെയും ഈ ചെളിയിലൂടെയും ഇതിലൂടെ ഒക്കെ ചവിട്ടിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ. പിന്നെ ഇപ്പോൾ സ്വാമി പറഞ്ഞൊരു പോയിന്റ്, വെടിക്കെട്ട് ആന. ഇപ്പോൾ വെടിക്കെട്ടില്ലെങ്കിലും ആനല്ലെങ്കിലും അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് വല്ല മാറ്റവും തൃശ്ശൂർ വരുത്തുന്നില്ല. ആനയും വെടിക്കെട്ടൊക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ക്ഷേത്രത്തിൻ്റെ അകത്ത് നടക്കേണ്ട ആചാര അനുഷ്ഠാനങ്ങളെയാണ് ഈ മാറ്റിമറിക്കുന്നത്. അതും ചില വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധകമാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിൽ ഏകാദശി ആരംഭിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നെങ്കിലും, വിളക്കുകൾ ആരംഭിക്കുന്നതിന് മുന്നേ ഈ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുന്നത്തെ പത്രത്തിൽ കണ്ടു, മഞ്ജുളാലിൽ പുതിയ ഗരുഡൻ്റെ പ്രതിമ സ്ഥാപിക്കലും കൂടാതെ ഒരു കവാടത്തിൻ്റെ നിർമ്മാണം 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുന്നതാണ് ചെയർമാൻ്റെ പ്രസ്താവന നമ്മൾ പേപ്പറിൽ വായിച്ചത്. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനം മഞ്ജുളാൽ പരിസരത്ത് ആരംഭിച്ചാലത്തെ സ്ഥിതി എന്താ? ഒരൊറ്റ ഭക്തന് പോലും അവിടെ നിന്ന് കിടക്കാൻ. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിർബാധം നടക്കുന്നുണ്ടല്ലേ? നിർമ്മാണ പ്രവർത്തനങ്ങൾ സീസൺ അനുസരിച്ച്, അതായത് ഇപ്പോൾ ഈ ഏകാദശി കഴിഞ്ഞാൽ എല്ലാ നിർമ്മാണ പ്രവർത്തനവും നിൽക്കും. പിന്നെ അടുത്ത ഏകാദശി അതിന്റെ പ്രയോജനം ഭക്തർക്ക് ലഭിക്കുന്നുമില്ല. ഭക്തർക്ക് എങ്ങനെ ഈ ചെളിയിൽ കൂടെ ചവിട്ടിയിട്ട് ഭക്തർക്ക് വരാൻ? ശരിക്കും ഇപ്പൊ ഏകാദശിയൊക്കെ എല്ലാ വർഷങ്ങളിലും വരുന്ന സംഭവമാണ്. ഇതിന്റെ ഒരു 4 ദിവസം മുന്നെങ്കിലും എല്ലാ പണികളും അവസാനിപ്പിച്ചുകൊണ്ട് ഭക്തരെ വരവേൽക്കാൻ തയ്യാറാവേണ്ട ദിവസം. അതിനു പകരം ഈ സ്വാമിമാർ വരുന്ന സമയത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ഇപ്പൊ ചെയർമാൻ പറഞ്ഞുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ മഞ്ജുളാൽ പരിസരത്ത് കവാടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതാണ്. ആരംഭിക്കില്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ പേപ്പറിൽ നിന്ന് വായിച്ചു. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ സ്ത്രീകൾ ഇവിടെ ഉണ്ട്, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. നിവേദിത മേഡം പറയാം പെട്ടെന്ന് അഭിപ്രായം. ഓക്കെ. അല്ല, സ്വാമിയോടാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിനു മുമ്പ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റം ഈ ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂരിൽ ഒരു വലിയ മാറ്റം സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായി. ആ തീരുമാനം എങ്ങനെ എടുത്തതെന്ന് സ്വാമിക്കൊന്ന് അറിയാമോ? അത് ഞങ്ങളൊക്കെയും കൂടെ അറിഞ്ഞിട്ട് തന്നെയാണ്, ദൈവഹിതം വെച്ച് പരിശോധിച്ച് തന്നെയാണ് ആ തീരുമാനം വന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ മൈനറാണോ മേജറാണോ എന്നുള്ള ചോദ്യം വരെ ചോദിച്ച ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ മൈനറിൻ്റെ സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട എന്നുള്ള ചങ്കൂറ്റമുണ്ട്. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നമ്മളായിട്ടില്ല. പിന്നെ സത്യം മനസ്സിലാക്കി വേണം നമ്മൾ ഓരോരുത്തരും ഒരു വാക്കായാലും, പ്രത്യേകിച്ച് സന്യാസിമാരെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്, ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്. അത് ശരിയാണ്. ആ നിലപാടുകൾ പറയാൻ ഞങ്ങൾ വേദികൾ കണ്ടെത്തുന്നുണ്ടാവും. ഇപ്പം ഞാനും ഇവിടെ അത്യാവശ്യം നല്ല നിലപാടുള്ള ആളാണ്. എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ? എങ്ങനെയാണ് ആ ദൈവഹിതം ഞങ്ങളെല്ലാം അറിയുകയും ഇത്രയും പ്രധാനപ്പെട്ട, അതായത് അടിസ്ഥാനപരമായിട്ട് ഏകാദശി ദിവസം ചെയ്യേണ്ട ഒരു സംഗതിയെക്കുറിച്ച് ദൈവഹിതം രഹസ്യമായിട്ട് നടത്തേണ്ടി വന്നു എന്നുള്ളത്? ഓക്കെ സ്വാമി, മറുപടി. രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണോ ഇതൊക്കെ സ്വാമി? ഇതൊക്കെ എല്ലാവരും അറിയിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഗുരുവായൂരിലുള്ള ഭക്തജനങ്ങളെയെങ്കിലും അറിയിക്കേണ്ടതല്ലേ? അല്ലേ മര്യാദ? ഇതിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സഹോദരി പറഞ്ഞൊരു കാര്യത്തിൽ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. അത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ലേഖനം എഴുതിയിട്ടുള്ളതാണ്. ഇവരെ അത് ശ്രദ്ധിക്കാത്തത് എൻ്റെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമല്ല. അപ്പോൾ അത് പോട്ടെ. പിന്നെ ഈ പ്രശ്നം ദേവഹിതം വെച്ചു എന്നുള്ളത്, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. കൂറ്റനാട് രാവുണ്ണി പണിക്കർ എന്ന് പറയുന്ന ജ്യോതിഷി, ചോദ്യമല്ല, ആ ദൈവഹിതം ഞങ്ങളെല്ലാവരും അറിഞ്ഞു. ഞങ്ങളുടെ അറിവോട് കൂടിയാണ് ആ ദൈവഹിതം പരിശോധിച്ചതും ഞങ്ങളുടെയൊക്കെ അറിവോട് കൂടി തന്നെയാണ് അത് നടന്നത്. എന്തുകൊണ്ട് ഇത് രഹസ്യമായിട്ട് നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ഈ നാട്ടുകാരാ, ഞങ്ങൾക്കെല്ലാം അറിയാം ഭഗവാന്റെ കാര്യം. അതെ അതെ, അല്ല അതന്നെയാണ് ചോദ്യം. അതിനെ ഞാൻ ഉത്തരം പറയാം. എന്തായാലും ദേവഹിതം വെച്ച് ദേവഹിതം ഇങ്ങനെയാണ്, കുഴപ്പമില്ല എന്നുള്ള കാര്യം കൂറ്റനാട് രാവുണ്ണി പണിക്കർ നുണ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഞാൻ വിശ്വസിക്കുന്നില്ല.
അതുപോലെ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായ പ്രത്യേക താല്പര്യത്തിന് വേണ്ടി കൂട്ടുനിന്ന് ദേവഹിതത്തെയും ഗുരുവായൂരമ്പലത്തെയും നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പാരമ്പര്യമുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. അല്ല സ്വാമി, പക്ഷേ ഇതിലൊക്കെ എന്തിനാണ് ഒരു നിഗൂഢമായിട്ട് അല്ലെങ്കിൽ വളരെ രഹസ്യാത്മകമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ? അറിയിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അത് നിങ്ങൾ ദേവസ്വത്തോട് ചോദിച്ചോളൂ. നിങ്ങൾ നാട്ടുകാരല്ലേ, അല്ല ചോദിച്ചോളൂ. അല്ല അറിയിക്കേണ്ടതല്ലേ അല്ല, എന്നുള്ളതാണ്. അത് നിങ്ങൾ ചോദിച്ചോളൂ, ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. അതിപ്പോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാ? സ്വാമി ഇപ്പൊ ഗുരുവായൂരിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാമി അറിയാതെ ഇങ്ങനെ നടന്നു, സ്വാമിക്ക് വിഷമം തോന്നില്ലേ? ഞാൻ ചോദിക്കും, ദേവസ്വത്തോട് ചോദിക്കും. ദേവസ്വത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവരെ അറിയിക്കാതെ ഗുരുവായൂരിലുള്ള ഭക്തജനങ്ങളുടെ, ഗുരുവായൂരിൽ താമസിക്കുന്ന ഗുരുവായൂർ നിവാസികളുടെ വികാരം മാനിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ മനസ്സിലാക്കുന്ന ശരിയാണോ? ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വടകുറുമ്പ ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെയാ, തിരൂര് എന്നും തൊഴുന്ന ദേവിയാണ്. അപ്പോൾ അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നാളെ ഒരു ദിവസം ഞാൻ അതിലെ നടക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ കമ്പി കെട്ടിയിട്ടിട്ട് ഇതിലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നും പോണ വഴിയാണ്. അതെന്താ ചോദിച്ചാൽ, വല്ല ഇവിടെ ഇങ്ങനെ ഈ ടൈൽസ് വിരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് സംഭാവനയ്ക്ക് വരും, സ്വാമി നമ്മുടെ അമ്പലത്തിൽ ഇതാണ്. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയാണ്, അവിടെ കല്ലിട്ട സംഭവം എന്നോട് ആലോചിച്ചില്ല, അതുകൊണ്ട് ഞാൻ പൈസ തരില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്നോടൊക്കെ എല്ലാ അതായത് കല്ലിടുന്നത് പോലെയല്ല, നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു പോരുന്ന ഒരു സംഭവം, അതും കല്ലിടുന്നത് പോലെ അങ്ങനെ താരതമ്യം ഞാൻ പറയണത് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. നിങ്ങളെ ആങ്കർ അല്ലേ? അല്ല അതുകൊണ്ടാണ് ഞാൻ അല്ല സ്വാമി താരതമ്യം ചെയ്തത് മോശമായി പോയി. അല്ല, അത് കല്ലിടുന്നതിനെയും അതുപോലെ പിന്നെ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിവെക്കുന്നതിന് ഒരേ തട്ടിലാണോ? ഇത് പറഞ്ഞു കഴിയട്ടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഇവിടെയുള്ള ഓരോ സംഘടനകളോടും കൂടി ആലോചിച്ചിട്ട് വേണം, വാര്യർ സമാജത്തോട്, നമ്പൂരി സമാജത്തോട്, ഹിന്ദു ഐക്യവേദിയോട്, അതായത് ക്ഷേത്ര സംരക്ഷണ സമിതിയോട്, അതുപോലെ നാരായണീയം സമിതിയോട്, ഭജന സമിതിയോട്, അതുപോലെ നായർ സമിതിയോട്. 2 നായർ സമിതിയുണ്ട്. ഇവിടെയാണ് ഒരു നായർ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരോടൊക്കെ ചോദിക്കണം എന്നാണോ? അല്ല, അങ്ങനെയല്ല. കൊടുത്തേ ജനങ്ങൾ അറിഞ്ഞാൽ മതി, ഭക്തന്മാരറിഞ്ഞാൽ മതി. അതെ, സംഘടനകൾ മാത്രമല്ല, ഭക്തന്മാരറിയണ്ടേ? സംഘടനകളിലുള്ള ഭക്തന്മാരല്ലേ? സംഘടനകളെ അറിയിച്ചാൽ നല്ലത്. ഭക്തന്മാരറിഞ്ഞാൽ മതി. ഓരോ സംഘടനകളിൽ പേരെടുത്തിട്ട് ഇങ്ങനെ അത് പ്രായോഗികമാണോ അല്ലയോ എന്നുള്ളത് പറയാൻ അധികാരം എനിക്കില്ല. കാരണം ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി അല്ല. എന്തുകൊണ്ടാണ് പ്രായോഗികം അല്ലാത്തത്? സ്വാമിജി ഒരു മിനിറ്റ്. അതായത് ഗുരുവായൂർ ദേവസ്വത്തിലെ ഈ ഏകാദശി മഹോത്സവം, ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ഒരു വഴിപാടല്ല. മനസ്സിലായ? അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നിപ്പോൾ ജി കൃഷ്ണയ്യരുടെ ഏകാദശി വളക്കണം, അദ്ദേഹത്തിൻ്റെ വഴിപാടാണ്. അതുപോലെ നാളെ നമ്മുടെ മല്ലിശ്ശേരി തിരുമേനിയുടെ ഏകാദശി വിളക്കാണ്, അത് വഴിപാടാണ്. മറ്റന്നാൾ മർച്ചൻസിൻ്റെ ഇവിടുത്തെ കച്ചവടക്കാരുടെ ഏകാദശിയാണ്, അത് വഴിപാടാണ്. പക്ഷേ ഏകാദശി ദിവസം നടക്കുന്ന വഴിപാട് അത് ഗുരുവായൂരപ്പൻ്റെതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഏകാദശി ദിവസം നടക്കേണ്ട, അതായത് നമുക്കറിയാം പിന്നെ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസം ഗുരുവായൂർ പ്രതിഷ്ഠ നടന്നു എന്ന്, അതായത് നമുക്ക് ഒന്നും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ചൈതന്യമുള്ള ഒരു ഭഗവാനെ ഈ ഗുരുവായൂർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അന്നേത്തെ ദിവസമാണ് എന്നുള്ളതാണ് ഐതിഹ്യം. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ സ്വാമിക്ക് അത് വേണമെങ്കിൽ നിസാരവൽക്കരിക്കാം, കാരണം ഐതിഹ്യമല്ല, ചരിത്രം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ ഇഷ്ടപ്രകാരം നടത്തപ്പെടുന്നതാണ് ഏകാദശി മഹോത്സവത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ഉദയാസ്തമന പൂജ. അത് മാറ്റി വെക്കുമ്പോൾ ഇവിടുത്തെ ഭക്തജനങ്ങളോട് ചോദിക്കണ്ട, പക്ഷെ ഭഗവാനോട് ചോദിക്കണം. അത് ഞങ്ങൾ അറിയണം, ഭക്തജനങ്ങൾ അറിയണം. കാരണം ഭഗവാനോട് ഇപ്പോൾ പല കാര്യങ്ങളും ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്നത് പ്രശ്നം വെച്ച് ജനങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള വിഷയങ്ങളാണ് നടക്കുന്നത്. ഇത് ആരും അറിയാതെ കണ്ട് തന്ത്രി തിരുമേനിയുടെ വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രശ്നം വെച്ചു എന്നിട്ട് ഭഗവാൻ അതിൻ്റെ ഹിതം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഈ ഗുരുവായൂരുള്ള ആൾക്കാർ. ഈ ഗുരുവായൂരുള്ള പരിസരത്തുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് ഇതിലെന്തോ വലിയ അഴിമതി നടന്നിട്ടുണ്ട്, ചതി നടന്നിട്ടുണ്ട്. ഭഗവാന്റെ ഈ ആചാരാനുഷ്ഠാനം, നിങ്ങൾ സ്വാമി ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം കുറവാണ്, അതുകൊണ്ടാണ് മാറ്റുന്നതല്ലേ. എൻ്റെ സ്വാമി,
ഈ ഗുരുവായൂർ വന്നിട്ട് ഞങ്ങളൊക്കെ ഗുരുവായൂർ ദിവസം ജീവിക്കുന്ന ആൾക്കാരാ. സ്വാമി ഒന്ന് നടയിലൊന്ന് നടന്നു നോക്കണം. എല്ലാ ദിവസവും ക്യൂവാ. എവിടെ ക്യൂ നിൽക്കണം? പിന്നെ കൗണ്ടറിൽ ക്യൂ നിൽക്കണം, വഴിപാട് ഷീട്ട് എടുക്കുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിൽക്കണം? ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് കൗണ്ടർ വാങ്ങിക്കുന്ന സ്ഥലത്ത് ക്യൂ നിൽക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണം. ഇത് കഴിഞ്ഞ് അകത്ത് കടന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാലോ വഴിപാട് വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും ക്യൂ നിൽക്കണം, ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണം. സ്വാമിക്കറിയോ, ഇന്നലെ കിഴക്കേ നടയിൽ നമ്മുടെ ഫ്രീ പിന്നായിട്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഗുരുവായൂർ ദേവസ്ഥൻ്റെ. അവിടെ ഒരു തുള്ളി വെള്ളമില്ല. സ്വാമി അറിഞ്ഞോ? ഒരു തുള്ളി വെള്ളമില്ല. ഇത്രയും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന കോടികൾ വരുമാനമുള്ള ഗുരുവായൂർ ദേവസ്വത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക സൗകര്യം നൽകാൻ പോലും സൗകര്യമില്ലാത്ത ഒരു ഭരണാധികാരികൾ ഈ പൂജ മാറ്റിവെക്കാൻ എന്താ അവർക്ക് ഇത്ര? ഇതിപ്പോൾ നേരത്തെ വിജേഷ് പറഞ്ഞ പോലെ 2-3 വർഷം മുമ്പ് തുടങ്ങിയതാണിത്. ഇത് മാത്രമല്ല, പലതും ഇത് ഒരു വ്യവസായ കേന്ദ്രമാണ് ഇന്ന് ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? വഴിപാടിന് മുഴുവൻ വില കൂട്ടി ഇല്ലേ? ഒരു നെയ്വളക്കിന് 1 രൂപ ഉണ്ടായത് 10 രൂപ വിഭാഗത്തിന്. അങ്ങനെ ഗുരുവായൂരിലുള്ള എല്ലാ പ്രസാദങ്ങൾക്കും ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയും 10 ഇരട്ടിയും വില വർദ്ധിപ്പിച്ചു. ഇവിടെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭരണ സംവിധാനങ്ങൾ ഇന്ന്. യെസ്, ഓക്കെ. ഇത് വ്യവസായം, ഇതൊരു കച്ചവടം ആണ്, കച്ചവടമായിട്ടാണ് കൊണ്ടുപോകുന്നത് ദേവസ്വം, അങ്ങനെ പറയാൻ പറ്റും. വിജേഷേ, ഇത് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഇതൊരു കച്ചവടമാണ് എന്നുള്ളത്. മാത്രമല്ല, അവിശ്വാസികളെയാണ് സാധാരണ ദേവസ്വത്തിൽ നിയമിക്കുന്നത്. ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരൊക്കെയാണ് ക്ഷേത്രം ഭരിക്കുന്നത്, അല്ലെ, ഭരിച്ചത് നശിപ്പിക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ദേവസ്വത്തിൻ്റെ ഭൂമി അത് അന്യാധീനപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇത് ലീസിന് കൊടുക്കുന്നുണ്ട്, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പല നിക്ഷിപ്ത താല്പര്യങ്ങളും മാറി മാറി പിന്നെ ദേവസ്വത്തിൽ വരുന്നവർക്ക് ഉണ്ടല്ലേ. അതിനനുസരിച്ചൊക്കെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണ്ടേ നമുക്ക് ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാതെ ഇടപെടുന്നതിൻ്റെ കാരണമൊക്കെ അതുതന്നെയല്ലേ? സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന ഗുരുവായൂരുകാരായാലും അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരായാലും മനസ്സിലാക്കേണ്ട കുറേ സംഗതികളുണ്ട്. ഇനി അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് പവർ ബാങ്ക് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. ഒരു ദിവസമാണ് വാർത്തയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പവർ ബാങ്ക് പിടിച്ചത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നാണ്. അപ്പത്തിൻ്റെ കൊട്ടയിൽ കിട്ടി എന്നാണ് വിവരം. ഈ വരുന്ന നാട്ടുകാരുടെ മുഴുവനും ദേഹപരിശോധന നടത്തി അവരുടെ മൊബൈൽ അടക്കമുള്ള എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ക്ലോക്ക് റൂമിൽ നിക്ഷേപിച്ച് അതിന് ഫീസും മേടിച്ച് ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഇടത്ത് ഈ പവർ ബാങ്ക് കയറി എന്ന് മാത്രമല്ല, ഈ പവർ ബാങ്ക് അബദ്ധത്തിൽ വന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് നമ്മൾ ആമസോണിലൊക്കെ കാണാം, ഈ USB ചാർജർ കുത്തിയിട്ട് ഫാൻ പ്രവർത്തിപ്പിക്കുന്ന ചെറിയ ഫാനുകൾ. ഈ ഫാൻ ധാരാളമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉപയോഗപ്പെടുന്നു എന്നാണ് വിവരം. ഇത് ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയാം. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രം ഇത്ര സുരക്ഷാ മേഖലയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം കേന്ദ്ര സർക്കാരൊക്കെ അങ്ങനെ ജാഗ്രതയോടുകൂടി നോക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഇവിടെ ക്യാമറ വയ്ക്കാനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ കൊടുത്ത ഒരു സ്ഥലത്ത് ഇതുപോലുള്ള സുരക്ഷാ പ്രശ്നം നടക്കുമ്പോൾ ഇത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നത് അപകടമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ VD സതീശൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരിക്കൽ നിയമസഭയിൽ പറയുണ്ടായിട്ടുണ്ട്, ക്ഷേത്രങ്ങളുടെ 1 രൂപ പോലും സർക്കാർ കൊണ്ടുപോകുന്നില്ല എന്ന് അദ്ദേഹം ഉച്ചസ്ഥരം നിയമസഭയിൽ വാദിച്ചു. അതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും കൈയടിച്ചു. പിന്നീട് CPMൻ്റെ കക്ഷികൾ ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയം ചർച്ചയിലൊക്കെ ഉന്നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്ര സ്വത്തുക്കൾ കൊണ്ടുപോകുന്നത് പണത്തിൻ്റെ രൂപത്തിലല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ധനം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്, അങ്ങനെ തന്നെ പറയണം, മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് പൈസയുടെ രൂപത്തിലല്ല. അത് ഉണ്ടായത് 2 പ്രാവശ്യമാണ് പൈസയായിട്ട് കൊണ്ടുപോയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രളയ സമയത്ത് ദുരിതാശ്വാസ നിധിയുടെ പേരിലെ 2 പ്രാവശ്യമായിട്ട് 5 കോടി രൂപ സർക്കാരിലേക്ക് ദേവസ്വം ബോർഡ് അങ്ങോട്ട് കൊടുത്തു. സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല, വിധേയത്വം എന്ന് പറഞ്ഞതാണ്.
രാഷ്ട്രീയ നിയമനപ്രകാരം വരുന്ന ഈ ബോർഡ് അംഗങ്ങൾ അവരുടെ വിധേയത്വം കാണിക്കാൻ ഈ ഭക്തർ തലക്കുഴിഞ്ഞിടുന്ന പൈസ എടുത്തിട്ട് അവരോട് ചോദിക്കാതെ, എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ പണി എന്താ? ദേവസ്വം ബോർഡ് ചെയർമാനായാലും മെമ്പർമാരായാലും പണി കാവൽക്കാരൻ്റെ പണിയാണ്. ദേവസ്വം ധനം സംരക്ഷിക്കലാണ് ഇവരുടെ കർത്തവ്യം. അതാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത്. അതിന് പകരം കാര്യസ്ഥൻ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ നോക്കുന്ന ആള് ഇവിടുന്ന് മുതലാളിയുടെ പണം എടുത്തിട്ട് ചെലവഴിക്കുകയാണ്. അതിനെ കളവ് എന്ന് പറയാം. ഈ കളവ് ചെയ്തിട്ട് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഭക്തർക്ക് അനുകൂലമായിട്ട് വന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേസിന് പോയി. അതിന് മുകളിൽ വിധി അനുകൂലമായിട്ട് വന്നു. ദേവസ്വത്തിലേക്ക് പൈസ സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് വിധി വന്ന സമയത്ത് ഈ പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവസ്വം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. അപ്പം സംരക്ഷകരെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കളവിനെ കൂട്ടുനിന്നും അതല്ല, അത് ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അതിന് ഈ കേസ് വാദിക്കാൻ വീണ്ടും ദേവസ്വത്തിൽ നിന്ന് ഫണ്ട് ചെലവാക്കണം. 16 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് നിയമോപദേശം മേടിച്ചത് ആര്യാമസുന്ദരൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിൻ്റെ. ഇനി ആ കേസ് നടത്തണമെങ്കിൽ ഇതിലും കൂടുതൽ ചിലവാണ്. അപ്പോൾ ഇത് ഇടപെടേണ്ട സമയത്ത് ഭക്തരെ ഇടപെട്ട് തുടങ്ങണം. മൂന്നാമത്തെ കാര്യം, ഈ പ്രദേശത്ത് നമ്മൾ നോക്കുക, 100 മീറ്ററിൻ്റെ അക്യൂസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 മീറ്റർ അക്യൂസേഷൻ. ഈ ദേവസ്വം ബോർഡുകൾ വർഷങ്ങളായിട്ട് മാറി മാറി മറിച്ച ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ടുള്ള ബോർഡ് ഭരിക്കുന്ന സമയത്ത് ഈ ഗുരുവായൂരിൻ്റെ ഔട്ടർ സറൗണ്ടിങ്ങിൽ എന്ന് വെച്ചാൽ കിലോമീറ്ററിലപ്പുറം ഉള്ള സ്ഥലങ്ങൾ മുഴുവനും അധിക വില കൊടുത്തിട്ട് ഉണ്ടായിട്ടുണ്ട്. പൊന്നും വില എന്നാണ് പറയാ ഗവൺമെൻറ് വില കണ്ടിട്ടാണ് എടുക്കുകയെന്ന് പറയാം. ഇപ്പം മായ ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ ക്ഷേത്രത്തിന് എത്ര ദൂരമുണ്ട്? അതിനപ്പുറത്തെ ഒരു ആയിരം പറമ്പത്ത് ആ വ്യക്തികളുടെ ഒരു കണ്ടം ഉണ്ടായിരുന്നു. ആ കണ്ടപ്പോൾ ദേവസ്വം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു. ഈ ആദ്യം എടുത്ത ഭൂമിക്ക്, വഴിയുള്ള ഭൂമിക്ക് വീണ്ടും വഴി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടം എടുക്കുകയാണ്. വെള്ളം കെട്ടുള്ള ഒരു കണ്ടം എടുത്തിട്ട് പിന്നെ വേസ്റ്റ് അടിച്ച് തൂർക്കുകയാണ്. അങ്ങനെ വേസ്റ്റ് അടിച്ച് തൂർത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും 87 ലക്ഷം രൂപയ്ക്ക് എടുത്ത ഭൂമിക്ക് വീണ്ടും നഷ്ടപരിഹാരമായിട്ട് 12 കോടി രൂപ ഭൂമിക്ക് ദേവസ്വം കൊടുക്കേണ്ടി വന്നു കേസിൻ്റെ തോറ്റെടുപ്പം. ഇതുപോലെ ഈ ക്ഷേത്രത്തിന് കിലോമീറ്റർ അകലെയുള്ള ഓരോ ഭൂമി എടുത്ത സമയത്ത് ഇതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായിട്ട് ദേവസ്വത്തിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം റെയിൽവേ അടിപ്പാത തിരുവനന്തപുരത്തെ ജനങ്ങൾ മുഴുവനും അടിപ്പാത വേണം എന്ന് പറഞ്ഞ സമയത്ത് മുനിസിപ്പാലിറ്റി ദേവസ്വത്തിനോട് ആവശ്യപ്പെടുകയാണ് ഉടമസ്ഥാവകാശം ദേവസ്വത്തിൽ നിലനിർത്തിയിട്ട് 6 സെന്റ് സ്ഥലം ഈ അടിപ്പാതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ, അതും സൗജന്യമായിട്ട്. കോടിക്കണക്കിന് രൂപ 6 പ്രാവശ്യമായിട്ട് നഷ്ടപരിഹാരം കൊടുത്ത ഭൂമി സൗജന്യമായിട്ട് 6 സെന്റ് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ദേവസ്വനോട് പറയുന്നു. ദേവസ്വം yes sir എന്ന് പറയുന്നു, വിട്ടുകൊടുക്കാൻ തീരുമാനമാവണു. ഭക്തർ കോടതി പോയി, കേസ് അത് സ്റ്റേ ആയി. വിഷയം ഈ ഭൂമിയുടെ അവകാശം ദേവസ്വത്തിൽ നിലനിർത്തിക്കൊണ്ട് ഭൂമി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? റോഡിന് വേണ്ടിയിട്ടാണ്. ഈ റോഡ് നാളെ ക്ലെയിം ചെയ്യാൻ പറ്റും ദേവസ്വത്തിന്. അപ്പോൾ ഇനി ഈ ഉടമസ്ഥാവകാശത്തിൻ്റെ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ജനങ്ങളെ പറ്റിക്കുക, ഭക്തരെ പറ്റിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പുന്നത്തുറ ആനത്താവളത്തിനുള്ളിലെ 10 സെന്റ് ഭൂമി വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാൻ പോവാണ്. ഏകദേശം കടലാസ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കുന്ന സമയത്ത് ഇതേ ന്യായം പറയാണ്, ഭൂമിയുടെ അവകാശം ദേവസ്വത്തിന്, ബാക്കി എല്ലാ കാര്യങ്ങളും വാട്ടർ അതോറിറ്റിക്കും നഗരസഭയ്ക്കായിരിക്കും. കാര്യം എന്താ? പൂക്കോട് മേഖലയിൽ ജലസംഭരണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് എന്തുകൊണ്ട് 10 സെന്റ് സ്ഥലം കണ്ടെത്തിക്കൂടാ? ഇതുപോലെ പോലീസ് സ്റ്റേഷന് സ്ഥലം കൊടുത്തു. പോലീസ് സ്റ്റേഷന് സ്ഥലം കൊടുത്തത് മാസം 30,000 രൂപയും GSTയും വെള്ളക്കരും വൈദ്യുതി വാടക അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് കരാറ്. ഇതിപ്പോൾ ഏകദേശം 1.5 കോടി രൂപ വാടക ഇനത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കിട്ടാണ്ട്. ഇങ്ങനെ നിൽക്കെ 17 സെന്റ് സ്ഥലം, അതും പ്രൈം സ്പോട്ടിൽ വീണ്ടും ഫയർ സ്റ്റേഷന് വേണ്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഫയർ സ്റ്റേഷന് വേണ്ടി സ്ഥലം കൊടുക്കുക മാത്രമല്ല, ആ സ്ഥലത്ത് 4.5 കോടിക്ക് കെട്ടിടം പണിത് കൊടുക്കുകയാണ്. ആവശ്യം എന്താ? ഗുരുവായൂർ പണ്ട് അഗ്നിബാധ ഉണ്ടായി. ആ സമയത്ത് ഫയർ എഞ്ചിൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് വെൽ എക്യുപ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പരിസര പ്രദേശത്ത് അഗ്നി
സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ന്യായം. വിഷയം എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനും അഗ്നിശമന സേനയും ആരുടെ ഉത്തരവാദിത്തം? ഗുരുവായൂർ ദേവസ്വൻ്റെ ഉത്തരവാദിത്തം. ഗുരുവായൂർ ദേവസ്വൻ്റെ ഉത്തരവാദിത്തം ഇവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഈ ഉദയാസ്തമനം വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഭക്തർക്ക് അസൗകര്യം എങ്ങനെ ഉണ്ടാവണത്? ഇവരതിനെ മണിക്കൂറുകളോളം ഈ പറഞ്ഞ പോലെ പൊരിവെയിലത്ത് നിർത്തേണ്ടി വരുന്ന സമയത്താണ്. ഇവിടെ ധാരാളമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നു. കോടിക്കണക്കിന് രൂപ നിർമ്മാണ പ്രവർത്തനത്തിന് മാത്രമായിട്ട് ഈ വർഷം ചെലവഴിക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഉള്ള പ്രശ്നമാണ് ഈ ക്യൂവിൻ്റെ. എന്തുകൊണ്ട് ഇതുവരെ ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് സാധിച്ചില്ല? വിഷയം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് ഇവിടെ വികസന ആസൂത്രണം ചെയ്യാനുള്ള മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതാണ്. ഈ 100 മീറ്റർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹകരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറാണ്. പക്ഷേ ഈ 100 മീറ്റർ അക്വയർ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. കാരണം അവരുടെ അനുഭവം അതാണ്. കാരണം ഭൂമി എടുത്ത് സർക്കാരിന് വേണ്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എടുക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി എന്താവും എന്നുള്ള ആശങ്ക ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാത്തോടത്തോളം കാലം 100 മീറ്റർ അക്വറൈസേഷൻ ഉള്ള പദ്ധതി നടപ്പാക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിൻ്റെ മുകളിൽ കേസ് എടുത്തു, സുമോട്ടോ എടുത്തു. ഹൈക്കോടതിയുടെ നിരീക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയ സമയത്ത് അതിൻ്റെ മുകളിൽ സുമോട്ടോ കേസ് എടുത്തു. ഈ കേസ് എടുത്ത സമയത്ത് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രസ്താവന കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ അക്യൂസേഷന് എതിരാണ് ഈ സംഘടന എന്ന് പറഞ്ഞു. അക്യൂസേഷന് എതിരല്ല, ഇവർ ഇതുവഴി ലൂട്ട് ചെയ്യാൻ പോകുന്ന കോടിക്കണക്കിന് രൂപ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് ലൂട്ട് ചെയ്യാൻ പോകണമെന്നുള്ള ആശങ്ക കൊണ്ടാണ് കേസിന് പോയത്. കോടതിയുടെ നിരീക്ഷണം വേണം ഈ അക്യൂസേഷൻ എന്നുള്ളതുകൊണ്ടാണ് പോയത്. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കുറയ്ക്കുകയാണ്. ഈ ചൈതന്യം കുറയ്ക്കുന്നത് ബോധപൂർവമാണ്. ഇതാണ് എല്ലാവരും അഭിപ്രായം, ബോധപൂർവമാണ് ചൈതന്യം കുറയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗുരുവായൂരപ്പൻ്റെ നടയെന്ന് 1 രൂപ എടുത്താൽ ആ 1 രൂപ എടുത്തവൻ അനുഭവിക്കും, അവൻ്റെ തലമുറ അനുഭവിക്കും. അപ്പോൾ ഈ മൂർത്തിക്ക് ശക്തിക്ഷയം സംഭവിച്ചാൽ മാത്രമാണ് അതിന് രക്ഷ നേടാൻ പറ്റുള്ളൂ. ഇത് അറിയുന്നവനാണ് ഈ പണി ഒപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട്. അപ്പോൾ ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇതോടൊപ്പം ഒരു വാക്കുകൊണ്ട് കൂട്ടിച്ചേർക്കട്ടെ. ഈ 3 വർഷത്തെ കാര്യം മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പഞ്ചാംഗത്തിൽ സ്ഥിരമായിട്ട് ഏകാദശി ഇന്ന മാസം എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. വൃശ്ചിക മാസത്തിലെ ഏകാദശി അടയാളപ്പെടുത്താറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉദയാസ്തമന പൂജ എന്നും എഴുതി വരാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ബോധപൂർവം അതിന്ന് വരെ ദേവസ്വം പഞ്ചാംഗത്തിൽ നിന്ന് വരെ ഈ ഉദയാസ്തമന പൂജ എന്ന് എടുത്തു മാറ്റി. എന്ന് വെച്ചാൽ ഇത് ഗൂഢാലോചന അങ്ങേയറ്റാണ്. അപ്പോൾ ഇതിൽ അവധാനതയോടെ പെരുമാറേണ്ട തന്ത്രിയുടെ നിലപാടാണ് ദുരൂഹം. ഓക്കെ ഗുരുവായൂരിലെ ജനസഭ അവസാന 10 മിനിറ്റിലേക്ക് കടക്കുകയാണ്. വീണ്ടും ഞാൻ ഭക്തജനങ്ങളിലേക്ക് വീണ് താങ്കൾക്ക് സംസാരിക്കാം. നമസ്കാരം. ഞാൻ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗത്തേക്ക് ആണ് ആദ്യം കടക്കുന്നത്. അത് മാത്രം കടന്ന് പറയാം. ഒരു തന്ത്രം അതൊരു കുടുംബത്തിലേക്കുള്ളതാണ്, ഒരാൾക്കുള്ളതല്ല. ആ തന്ത്രം ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് മെമ്പറാണ് അത് അനുഷ്ഠിച്ച് വരുന്നത്. ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ തന്ത്രീൻ്റെ ശക്തിയോടുകൂടെ ഇതുള്ളത് അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനം കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആചാര്യനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പിതൃ എന്ന് പറഞ്ഞാൽ അച്ഛനെ കുട്ടികളോടുള്ള എങ്ങനെയാണ് വേണ്ടത്? അവരെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിലും ഭംഗിയായിട്ടും നടത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ അച്ഛനമ്മമാർ ശ്രമിക്കുക. മകനായിക്കോട്ടെ മകളായിക്കോട്ടെ, ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ പാർവതി ആയിക്കോട്ടെ, എല്ലാം ഈ തന്ത്രീൻ്റെ ആ ഉത്തമ പൂജേൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ആ തേജസ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടീനെ വേണ്ട വിധത്തിൽ വേണ്ട ജാതി വളർത്തി കൊണ്ടുവന്ന് അവരുടെ യാതൊരു കാര്യത്തിനും ഒരു ദോഷവും വരാണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു തന്ത്രി വര്യൻ്റെ ഇത്. അല്ല, ആചാര സംരക്ഷണത്തിന് സാധാരണ തന്ത്രിമാർ വിശ്വാസികളോടൊപ്പം നിൽക്കാറുണ്ട് അല്ലേ? ഇവിടെ നേരെ മറിച്ചാണ്. അതാണ് നമ്മളെ ആകുലപ്പെടുത്തുന്നത്. അതെ അതെ അതിലേക്ക് കാരണം ഇത് ഈ ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്ര ചൈതന്യം അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ അടുത്ത പടിയായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റരാശി വെച്ചു എന്നാണ് പറയണത്. ഒറ്റ അതും സ്വതവേ എന്ത് രാശിയാണെങ്കിലും ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ, ആചാരാനുഷ്ഠാനത്തിനോടനുബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ അത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്തേണ്ടത്. തീർച്ചയായും.
അതും സ്വർണ്ണപ്രശ്നമായിട്ട് തന്നെയാണ് നടത്തേണ്ടത്. അങ്ങനെയല്ല നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ തന്ത്രിയുടെ വീട്ടിലാന്ന് പറയുന്നു. ഞാൻ അറിയില്ല, ഉണ്ടെന്ന് കേട്ടു, പക്ഷെ അത് അറിയില്ല. അപ്പോൾ ഞാൻ തന്ത്രി താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതും എനിക്കറിയാം, എവിടെയാ അദ്ദേഹം താമസിക്കുന്നത്. അതും കുറച്ച് അപകടം, അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം എന്താ ചെയ്യേണ്ടത്, ഈ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പരമേശ്വരൻ നമ്പൂതിരിപ്പാടുള്ള കാലം മുതൽക്ക് ഞാൻ ആ കുടുംബമായിട്ട് ബന്ധമുണ്ട്. ഗുരുവായൂർ 10-55 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ വരുന്ന വ്യക്തിയാണ്. ഒരുവിധം ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ബന്ധമുണ്ട്. ഓയ്ക്കന്മാരായിട്ടും ബന്ധമുണ്ട്, ഓയ്ക്കന്മാരൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെടുന്നുമുണ്ട്, എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. ഈ ജനസഭയുടെ പൊതുവികാരം താങ്കൾ അറിയിക്കുക, തന്ത്രി അറിയിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ മാഷേ, ഇവിടെ എന്തായാലും വഖഫിന്റെ അധിനിവേശമൊന്നുമില്ലല്ലോ, ചാവക്കാട് വരെ എത്തി, കുഴപ്പമൊന്നുമില്ലല്ലോ. ചാവക്കാട് വരെ എത്തിയിട്ടുണ്ട്, അറിയില്ല, പറയാൻ പറ്റില്ല, അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ജനസഭയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും വിളിച്ചിരുന്നല്ലോ, അതൊന്നും ഒരു കാമ്പറ്റിയല്ലേ. സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പ്രതികളെയും വിളിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിയെ കാണാമല്ലോ, CPM-ന്റെ പ്രതിയെ കാണാമല്ലോ. ഇവരെന്തിനാണ് ഒളിച്ചോടുന്നത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന നിലകൊള്ളുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രതീകമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കാണിക്കണ്ടേ? അവർ സെലക്റ്റീവ് ആവുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളുടെയും വക്താക്കളാണ് ഈ ഭരണസമിതിയായി മാറി മാറി വരുന്നത്. അപ്പൊ ഇത് കച്ചവട കേന്ദ്രമാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്, കച്ചവട കേന്ദ്രമാക്കുക എന്നുള്ള പറയുന്നത് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്, ഒപ്പം അതിനെ പൊളിറ്റിസൈസ് ചെയ്യണം, രാഷ്ട്രീയവൽക്കരണം കൂടി നടക്കുകയാണ്. അങ്ങേയറ്റത്തെ രാഷ്ട്രീയവൽക്കരണമാണ് ഈ ബോർഡുകളിൽ നടന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോ ഈ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവർക്ക് വരാൻ സമയമില്ല. കാരണം ക്ഷേത്ര കാര്യങ്ങൾ അത് ക്ഷേത്രത്തിലെ ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇവിടെ താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നത് CPM നേതാക്കളെ ലെറ്റർ കൊടുത്തിട്ടാണ്. അവരെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, അവിടുത്തെ ഭൂരിഭാഗം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും. അപ്പൊ താൽക്കാലിക ജീവനക്കാരെ വെക്കുമ്പോൾ അത് ക്ഷേത്രകാര്യം ക്ഷേത്രത്തിലെ ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നില്ല. ഇവിടെ ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലേക്ക് ആളെ വെക്കുമ്പോൾ അത് CPM നേതാക്കളാ വെക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളാ വെക്കാം. കോളേജിലത്തെ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് അവരാണ് ഇടപെടുക. ഇവിടുത്തെ നിയമനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ മേലാളന്മാരാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ഷേത്രത്തിന്റെ ആചാരം ലംഘിക്കപ്പെടുന്ന സമയത്ത്, അനുഷ്ഠാനം ലംഘിക്കപ്പെടുന്ന സമയത്ത് ഇവർ പറയുന്നത് അത് ഭക്തന്മാരായിക്കോളും എന്ന് കയ്യൊഴിയാണ്. ഈ കയ്യൊഴിയലിന് ഗുരുവായൂരത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് കേരളം മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഇവിടെ നടക്കുന്ന ആചാര ലംഘനങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു സർവേ നടത്താൻ ഈ ദേവസ്വം ബോർഡ് തയ്യാറാവണം, അല്ലെങ്കിൽ ഭക്തന്മാർ നേരിട്ട് സർവേ നടത്താൻ തയ്യാറാവണം. ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള എത്രയോ ആൾക്കാർ ഇതിന് താൽക്കാലിക ജീവനക്കാരുടെ കാര്യമുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആരാ ഇവരൊക്കെ? പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒറ്റ കാരണം കൊണ്ടാണ് അവരെ പിടിച്ചു കയറ്റുന്നത്. പാർട്ടിക്കാരെ കയറ്റിക്കോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ അതിൽ തന്നെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? ഒരു ഭക്തിയുമില്ലാത്ത ഗുണ്ടാവിളയാട്ടം പോലെയുള്ള ആൾക്കാരെ പിടിച്ചു കൊടുത്ത് കയറ്റിയിരിക്കുകയാണ്. നമുക്കതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം സാനിറ്റൈസർ വാങ്ങിയിട്ട്, അല്ല മറ്റേ പുണ്യാഹം വാങ്ങി സാനിറ്റൈസർ പോലെ കഴുകുന്ന ദേവസ്വം മന്ത്രിയുള്ള നാടാണല്ലോ. അതുകൊണ്ടായിരിക്കാം അതേ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഇവിടെ ആന്തൂരിലെ കേസില്ലേ, മറ്റേ ആ സാജന ആത്മഹത്യ ചെയ്തത്, ആ കേസിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ ഒഴിവാക്കി കൊടുത്ത ആൾക്ക് ഒരു പ്രത്യുപകാരം എന്ന നിലയിലാണ് അദ്ദേഹമാണ് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരിക്കുന്നത് എന്നും ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങുകയാണ്. ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം വരെ താൽക്കാലിക ജീവനക്കാരെ വരെ അങ്ങനെ എടുക്കുന്നത്. താൽക്കാലികമായി എടുക്കുന്ന ജീവനക്കാരിൽ തന്നെ അഷ്ടപതിക്ക് വേണ്ടി അടുത്ത കാലത്ത് ഡിവൈഎഫ്ഐയുടെ നേതാവിന് എടുത്തിട്ടുണ്ടായിരുന്നു. താൽക്കാലിക ജീവനക്കാരനായിരുന്നു അദ്ദേഹം. ഒരു ജാതി അധിക്ഷേപം നടത്തിയിട്ട് പുറത്താക്കി. പിന്നീട് കാണുന്നത് ആളെ സ്ഥിര നിയമനത്തിൽ എടുക്കുകയാണ്. മനസ്സിലാവണം. ഇപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവറ്റൊരു അനുഷ്ഠാന ലംഘനമാണോ? അഷ്ടപതി പാടണം, അത് ദേവത്തിന് ഉല്ല, അത് കൊട്ടിപ്പാടേണ്ടതാണ് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പാടുന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടാവില്ല. കാരണം ഇവൻ അറിയില്ലത് എന്താണെന്നുള്ളത്. ഇവൻ പഠിച്ച രാഷ്ട്രീയത്തിൽ അഷ്ടപതിക്ക് പ്രാധാന്യമില്ലല്ലോ. അതിന്റെ കുഴപ്പക്കൊണ്ടാ അഷ്ടപതി പാടാത്തത് കൊണ്ട് അവനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതാവിനെ പിടിച്ച അഷ്ടപതി കലാകാരനെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയവൽക്കരണമാണെന്ന്. കാരണം ഭക്തി മനുഷ്യനാകണം പാടാത്തത് നന്നായി. അതും പാടാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നടക്കേണ്ട
അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എന്തൊക്കെയാണോ അത് നടക്കേണ്ട സ്ഥലങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ അനുഷ്ഠാനങ്ങളെ ഛേദിക്കുകയാണ് ചെയ്യുന്നത് ഈ പാർട്ടി. അതുകൊണ്ട് അതിനെതിരെയാണ് ജനങ്ങൾ ഉണരേണ്ടത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തും. അത് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും. ഇപ്പൊ ഗുരുവായൂർ ആനക്കോട്ട കുറെ കാലങ്ങൾക്ക് മുൻപ് ഒരു പ്രൈവറ്റ് കമ്പനി അവർ ഏർപ്പാടാക്കിയതാണ്. ഞങ്ങൾ പുതുക്കി തരാമാറുണ്ട്. ദേവസ്വം സംബന്ധിച്ചില്ല. എന്താ കാരണം പറഞ്ഞറിയാമോ? അവർ നിർമ്മിച്ചു കൊടുക്കാമെന്നാ പറഞ്ഞത്. ദേവസ്വത്തിന് പറ്റില്ല. ദേവസ്വം പറയുന്നത് പൈസ ഇങ്ങോട്ട് തായോ, ഞങ്ങൾ നിർമ്മിച്ചോളാം എന്നുള്ളതാണ്. അവർ പറഞ്ഞ് നടക്കില്ല, ഞങ്ങൾ നിർമ്മിച്ചു തരാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആശുപത്രി നിർമ്മിക്കാമെന്ന് റിലയൻസ് പറഞ്ഞില്ലേ? സമ്മതിച്ചിട്ടില്ലല്ലോ. കാരണം നിർമ്മിച്ചു തരണ്ട എന്നാണ് ദേവസ്വത്തിന്റെ ന്യായം. എന്താ കാരണം? നിർമ്മിച്ചു തന്നാൽ അതിൽ പണം പിടുങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു നിർമ്മിച്ചു തരണ്ട, പണം ഇങ്ങോട്ട് തായോ, ഞങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഇതാണ് നിർമ്മാണത്തിന്റെ പോലുള്ള രാഷ്ട്രീയം. കക്കലാണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ CPM-ന്റെ പ്രതിനിധികളും കോൺഗ്രസ് പ്രതിനിധികളും ഇവിടെ വരാതിരിക്കുന്നത്. ഇതിനെയൊക്കെ ചൂട്ടുപിടിക്കുന്ന അവരുടെ നേതൃത്വമാണ്. ഇതിൽ അവർ മാറി നിൽക്കുകയാണ്. ഇവിടെ ഇതിനു മുൻപ് ഗുരുവായൂരപ്പന്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ചടങ്ങ് നടക്കുന്ന സമയത്ത്, കോൺഗ്രസിന്റെ ബോർഡ് നടക്കുന്ന സമയത്താണ് ഉത്സവ ബലി നടക്കുമ്പോൾ സാധാരണ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് ആർക്കും ദർശനമില്ലാത്ത സമയമാണെന്നാണ് ഞാൻ മനസ്സിലായത്. പരിമിതമായ അറിവേ എനിക്കുള്ളൂ. ആ സമയത്ത് കോൺഗ്രസിന്റെ അന്നത്തെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ ഒരു നേതാവും KK രാമേന്ദ്രൻ മാസ്റ്റർ മകനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. അടിച്ച് അവർ നിലത്ത് വീണ് ചോര പൊടിയാണ്. എന്നിട്ട് അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ശുദ്ധിയും പുണ്യാഹം നടത്തേണ്ടി വന്ന ക്ഷേത്രമാണ് ഗുരുവായൂര്. ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാർക്ക് തമ്മിലടിക്കാനും നടത്തിയില്ല എന്നാ പറയുന്നത്. നടത്തിയിട്ടില്ല. നടത്തണമെന്ന് മുറവിളി ഉണ്ടായിരുന്നു. ഇടപെടലുകൊണ്ടേ ഈ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ആ പുണ്യാഹം നടത്തേണ്ട ഇടത്ത് അത് നടത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ മുതലേ ഈ രാഷ്ട്രീയ ഇടപെടൽ ആചാരത്തിലുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു പറ്റിയത്രേ ഉള്ളൂ. ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് അവരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിനൊരു ഒത്താശ പാടുന്നതുകൊണ്ടാണ് അവർ വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് അവർ ഭക്തജനങ്ങളുടെ മുന്നിൽ വരണം. എന്താണ് ഗുരുവായൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് അറിയാനും ജനങ്ങളോട് അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തം അവർ കാണിക്കണം. ഓക്കെ. അടുത്ത ജനസഭയിലെങ്കിലും അവർ വരുമെന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും എല്ലാവരുടെ അനുമതിയോടുകൂടി ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ അത് നിശ്ചയിച്ചതുപോലെ അതൊരു അനുഷ്ഠാനമായിട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ നടക്കണം എന്നുള്ളതാണ് ജനസഭയുടെ പൊതുവിലുള്ള വികാരം. ആചാര അനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന സമീപനം ദേവസ്വം അവസാനിപ്പിക്കണം. ദേവസ്വത്തിന് ഭക്തന്മാരുടെ ഹിതത്തിനനുസരിച്ച് ഭരിക്കാൻ ആവുന്നില്ലെങ്കിൽ അത് വിട്ടൊഴിഞ്ഞ് പോവുക. ജനസഭ ഇത് ഗുരുവായൂരിലെ ആദ്യ ജനസഭയാണ്. ഗുരുവായൂരിൽ അസംഖ്യം പ്രശ്നങ്ങളുണ്ട്. ഭക്തർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം കാണാൻ ഞങ്ങളുടെ സജീവമായിട്ടുള്ള ഇടപെടൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാവും. ജനം TV എന്നും ഭക്തർക്ക് ഒപ്പമാണ്. ജനസഭയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി രേഖപ്പെടുന്നു. ഒപ്പം ഭക്തജനങ്ങൾക്കും.